ക്ഷണിച്ചുകൊണ്ട് മൈക്ക് റംല മാമിന് കൈമാറുകയാണ്. ഓവർ ടു റംല മാം. താങ്ക് യു എസ്തർ സാർ. എസ്തർ സാർ സിജിയെ കുറിച്ച് സിജിയുടെ പ്രോഗ്രാമുകൾ, പ്രൊജക്ടുകളെ കുറിച്ചിട്ട് ചെറിയൊരു പ്രത്യേകിച്ച് കരിയറുമായി ബന്ധപ്പെട്ടുള്ള പ്രൊജക്ടുകളാണ് സാറ് പരിചയപ്പെടുത്തിയത്. അപ്പം അത് എല്ലാ ദിവസങ്ങളിലും ഒരേ ഓഡിയൻസ് തന്നെ ആയിരിക്കണമെന്നില്ലല്ലോ, അതുകൊണ്ടാണ് സാർ. ഞാൻ കേൾക്കാലോ അല്ലെ? കേൾക്കാം. നിങ്ങളുടെ പ്രസന്റേഷൻ മോഡിലേക്ക് ഒന്ന് മാറ്റിയാൽ കുറച്ചും കൂടെ സൈസ് ഉണ്ടാവും സ്ക്രീന്. ആണോ? നോക്കാം. ഓക്കെ. അപ്പം നമുക്ക് അതുകൊണ്ടാണ് സാർ കുറച്ചും കൂടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നത്. പ്രത്യേകിച്ച് ഇന്നിപ്പം ശരിക്കും ഇതുകൊണ്ട് തന്നെയാണ് അർജന്റീനന്റെ ഒരു കളി കൊണ്ട് തന്നെയാണ് നമ്മൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് വരാത്തതല്ല, ആളുകൾ കൃത്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്ത എന്ന് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത്. എന്ന് പറയുമ്പോൾ ഞാൻ പോലും അതിന്റെ മുമ്പ് തന്നെയാണ്. അപ്പൊ അത് വരുമ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ പിന്നെ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു അവസ്ഥ കൊണ്ട് നമുക്ക് കുറച്ചൊരു പാർട്ടിസിപ്പേഷൻ കുറവാണ്. കാരണം അങ്ങനെ ഇങ്ങനെ കുറയാൻ വഴിയില്ല. കാരണം ഒരു ദിവസം നമുക്കൊക്കെ വരുന്ന ഒരു കോളുകൾ തന്നെ ഇപ്പം 20-25 കോളുകൾ പ്യുവർലി ബേസ്ഡ് ഓൺ നീറ്റിനെ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് നമുക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ കോളുകളൊക്കെ വരുമ്പോൾ ഇതിന്റെ ആവശ്യക്കാർ ധാരാളം ഉണ്ട്. പക്ഷെ പ്രത്യേക കാരണങ്ങളാണ്. നമ്മളിപ്പോ ഇന്ന് രാവിലെ വെക്കുമ്പോൾ നമ്മൾ ഓർത്തില്ല ഇത് രാവിലെയാണ് അർജന്റീനന്റെ കളി ഉണ്ടായിരുന്നത് എന്നുള്ളത്, 6:30 തുടങ്ങുള്ളൂ എന്നുള്ളത്. അതും കൂടെ അതിന്റെ ഒരു റീസൺ ആയിട്ട് നമുക്ക് എടുക്കാം. എന്നാലും അത്യാവശ്യം വേണ്ട ആളുകളൊക്കെ അതിനുവേണ്ടി പങ്കെടുക്കുകയും ചെയ്യും. അല്ലെങ്കിൽ പിന്നെ അവരുടെയൊക്കെ മനസ്സിലുണ്ടാവും ഇത് എപ്പോൾ പോയാലും സിജി പോയാൽ കിട്ടുമല്ലോ എന്നുള്ള കാര്യം. എന്നാലും അത് പോകുന്നതിന് മുമ്പൊക്കെ ഇങ്ങനെയൊക്കെ ഒരു അവയർനെസ് ഉണ്ടാക്കി പോകുന്നത് കുറച്ചും കൂടെ നല്ലതാണ്. അപ്പൊ നമ്മള് നീറ്റ് അറിയാം, എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മൾ ഒരൊറ്റ പരീക്ഷ, ആ ഒരു പരീക്ഷ വഴി നമുക്ക് ധാരാളം കോഴ്സുകൾ, ഒരുപാട് കോഴ്സുകൾ, ഒരേ ഫീൽഡിൽ വരുന്ന വ്യത്യസ്ത കോഴ്സുകൾ കിട്ടാനുള്ള ഒരേ ഒരു പരീക്ഷയാണ് നീറ്റ്, നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ്. അപ്പൊ ആ ടെസ്റ്റ് ഇന്ന് ഒരുപാട് എന്താ പറയുക, വേറെ ഏത് പരീക്ഷകളെക്കാളും ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു പരീക്ഷ ആണ്. അതുപോലെ തന്നെ അശ്രദ്ധ കൊണ്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലൂപ്പ് ഹോൾ കൊണ്ടോ ഒക്കെ അതിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോയ ഒരു എൻട്രൻസ് ടെസ്റ്റ് കൂടെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പം വിദ്യാർത്ഥികളും പാരന്റ്സും ഒക്കെ ഒരുപാട് ആശങ്കയിലാണ്. നമ്മളുടെ പൊസിഷൻ എവിടെയാണ്, ലേറ്റ് ആയി പോകുന്നു, ഒരു പ്രാവശ്യം വളരെ പ്രതീക്ഷയോടുകൂടി എഴുതി അത് ക്യാൻസൽ ചെയ്തു, വീണ്ടും റീനീറ്റ് വന്നു. ഈവൻ റീനീറ്റിൽ പോലും 2-3 ക്വസ്റ്റ്യൻസിനൊക്കെ പലതരത്തിലുള്ള ത്രെറ്റും ആശങ്കകളും ഒക്കെ ഉണ്ട്. നമ്മൾ അതൊക്കെ പത്രത്തിൽ കൂടെ ഒക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അപ്പോഴൊക്കെ അങ്ങനെയൊക്കെ വരുന്ന ഒരു പരീക്ഷയും അതിൽ കൂടെ വരുന്ന കുറെ അഡ്മിഷൻസും ഒക്കെ ആവുമ്പം സ്വാഭാവികമാണ് ഒരുപാട് ആശങ്കകളും കോഴ്സിനെ കുറിച്ചും അഡ്മിഷനെ കുറിച്ചും ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ ആശങ്കകൾ നമ്മൾ കുറച്ചും കൂടെ കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കി, ഒരു അവയർനെസ് ഉണ്ടാക്കി, ഒരു ലിസ്റ്റ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ചാർട്ട് നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് നമ്മൾ അതിനെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ മിസ്സാവാതെ, വർഷങ്ങൾ പോവാതെ, അതല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒന്നല്ലെങ്കിൽ ഒന്ന് 1 by 1 ആയിട്ടൊക്കെ നമുക്ക് കിട്ടാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പലപ്പോഴും കാണുന്നത് കുട്ടികൾ വന്നിരുന്നിട്ട് അതിനുശേഷം മാത്രമാണ് നിനക്ക് എന്താണ്, നിന്റെ ഒരു കോഴ്സ് ഏതാണ്, അതല്ലെങ്കിൽ ഏത് എന്നുള്ള ഒരു ചോദ്യത്തിനൊന്നും ഒരു ഉത്തരവും ഇല്ല. ഞാൻ നീറ്റ് പ്രത്യേകിച്ചും ഇന്ന ഒരു കോഴ്സിന് വേണ്ടിയാണോ എന്നുള്ള ഒരു ധാരണ പോലും ഇല്ലാതെ നീറ്റ് എഴുതി വരുന്ന കുട്ടികളെയാണ് 90% നമ്മുടെ മുന്നിലൊക്കെ വരുന്ന ആൾ. ഒരുപക്ഷെ നല്ല മാർക്കും നല്ല എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടും ഉള്ള ഫാമിലിയിൽ നിന്നും ഉള്ള പാരന്റ്സിന്റെ കുട്ടികൾ പോലും ഈ ഒരു അവസ്ഥയിൽ വരുമ്പം നമ്മൾ സാധാരണക്കാരുടെ ആളുകളുടെ അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഇനി നമ്മൾ കാര്യത്തിലേക്ക് വരും. ഞാൻ ഒരു അരമണിക്കൂർ ജസ്റ്റ് ഒന്ന് ഇത് പറഞ്ഞിട്ട് പോകാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പിന്നീടുള്ള സമയത്ത് നമുക്ക് അതൊന്ന് ക്ലിയർ ചെയ്യുകയും ചെയ്യും. പ്രധാനമായും നമ്മൾ കോഴ്സുകൾ, നീറ്റ് എന്ന് പറഞ്ഞാൽ ആകെ ജനറൽ ആയിട്ട് ഒരൊറ്റ കൺസെപ്റ്റ് ആണ് MBBS എന്നത്. MBBS അല്ലാതെയും ഒരുപാട് കോഴ്സുകൾ നമ്മളുടെ ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റിനും ഒക്കെ അനുസരിച്ച്, അല്ലെങ്കിൽ വേറെ ഏത് കോഴ്സ് വേണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ ആദ്യം നീറ്റ് ത്രൂ വരുന്ന കോഴ്സുകളെ കുറിച്ച് നിങ്ങൾ എല്ലാവരും ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടതാണ്. ഒന്നാമത്തെ കോഴ്സ് MBBS തന്നെയാണ്. ദെൻ നമുക്ക് ബാച്ചിലർ ഓഫ് ഡെന്റൽ സയൻസ് ആൻഡ് സർജറി BDS എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. ആയുർവേദ BAMS നീറ്റിൽ കൂടെ മാത്രമേ നമുക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. വെറ്റിനറി സയൻസ് നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഹോമിയോപ്പതി BHMS നമുക്ക് നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാം. സിദ്ധ മെഡിക്കൽ സയൻസ് അതുമായി ബന്ധപ്പെട്ട ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ള ആളുകൾക്ക് നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ വഴി മാത്രമാണ് അഡ്മിഷൻ കിട്ടുക. ദെൻ യുനാനി മെഡിക്കൽ സയൻസ് നമുക്ക് കിട്ടുന്നത്, മെഡിസിൻ ആൻഡ് സർജറി BUMS എന്ന് പറയുന്ന കോഴ്സും നമുക്ക് കിട്ടുന്നത് നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയാൽ മാത്രമാണ്. ദെൻ നമുക്ക് പിന്നെ വരുന്നത് BSc നഴ്സിംഗ് നീറ്റ് എൻട്രൻസ് എക്സാമിനേഷനിൽ കൂടെ വരുന്ന ഒരു കോഴ്സാണ്. നീറ്റ്
കൊണ്ട് മാത്രമല്ല BSc നഴ്സിംഗ് ലഭിക്കുന്നത്. എന്നാൽ നീറ്റ് എൻട്രൻസ് എക്സാമിനേഷനിൽ കൂടെ നമുക്ക് BSc നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. BSc അഗ്രികൾച്ചർ നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ വഴിയാണ് നമുക്ക് കിട്ടുന്നത്. BSc ഫോറസ്ട്രി, BSc ഫിഷറീസ്, BSc വെറ്റിനറി സയൻസ്. അതിൽ BSc ഫോറസ്ട്രി ആൻഡ് ഫിഷറീസ് കേരളത്തിൽ നമുക്ക് കിട്ടുന്നത് നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ വഴിയാണ്. വെറ്റിനറി സയൻസ് നമുക്ക് ഇവിടെ പഠിക്കണമെങ്കിലും ഇതേപോലെ തന്നെ നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ മാത്രമാണ് വരുന്നത്. ദെൻ കുറച്ചും കൂടെ കോഴ്സുകൾ ഉണ്ട് നമുക്ക് കിട്ടാനായിട്ട്. ജിപ്മറിന്റെ താഴേക്ക് ഞാൻ പറയുന്നുണ്ട് ബാക്കിയുള്ള കോഴ്സുകളും കൊണ്ട്. ജിപ്മറിന്റെ അലൈഡ് മെഡിക്കൽ കോഴ്സുകളെല്ലാം നമുക്ക് നീറ്റ് എൻട്രൻസ് ത്രൂ ആണ് നമുക്ക് ലഭിക്കുന്നത്. അതേപോലെ തന്നെ അതിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കീഴിൽ ആ ഭാഗങ്ങൾ ഞാൻ കവർ ചെയ്ത് വരാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഇനി നോക്കുമ്പോൾ ഈ കോഴ്സുകളെല്ലാം എവിടെയൊക്കെ നമുക്ക് പഠിക്കാം. അപ്പൊ നമ്മൾ ആദ്യം കോഴ്സിന്റെ കാര്യത്തിൽ ഒരു ലിസ്റ്റ് ഔട്ട് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. ദെൻ ഈ നീറ്റിന്റെ കീഴിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ ഇതുപോലെ നമ്മൾ രണ്ടാമതായിട്ട് നമ്മൾ ഒരു ലിസ്റ്റ് ഔട്ട് ഉണ്ടാക്കി വെക്കേണ്ട കാര്യമാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ് നീറ്റിന്റെ കീഴിൽ വരുന്നത്. ഓൾ ഇന്ത്യയിലുള്ള എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജസും നീറ്റിന്റെ സ്കോർ വഴി തന്നെയാണ് അഡ്മിഷൻ നടത്തുന്നത്. പക്ഷെ ഓൾ ഇന്ത്യ എല്ലാ മെഡിക്കൽ കോളേജസും ആണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ അപേക്ഷിക്കാൻ പറ്റുന്നത് ഇതിൽ കുറച്ച് ശതമാനം സീറ്റുകൾ മാത്രമായിരിക്കും. അത് 15% സീറ്റ് നമ്മൾക്കറിയാം. AIQ കോട്ടയിൽ വരുന്ന 15% സീറ്റ്. ദെൻ അതാത് കുട്ടികളുടെ സ്റ്റേറ്റ്, ഡൊമൈസൈൽ സ്റ്റേറ്റ്, നമ്മൾ ഓരോരുത്തരും ആന്ധ്രക്കാരും കേരളത്തിലെയും കർണാടകയിലും ഒക്കെ ഉള്ള അവരുടെ അതാത് സ്റ്റേറ്റുകളിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സീറ്റുകളും ആണ് പിന്നെ വേറൊരു സീറ്റ് നമുക്ക് എടുക്കാനുള്ളത്. അതേപോലെ തന്നെ ആ സ്റ്റേറ്റിലെ അതാത് സ്റ്റേറ്റുകളിലെ പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലെ മെറിറ്റ് മാനേജ്മെന്റ് NRI സീറ്റുകളൊക്കെ നമുക്ക് നീറ്റ് വഴി കിട്ടാനുള്ള വേറൊരു കാറ്റഗറി ഓഫ് സീറ്റ്സ് ആണ്. ദെൻ ഡീംഡ് യൂണിവേഴ്സിറ്റികളിലെ സീറ്റുകൾ അത് നമുക്ക് വേറൊരു കാറ്റഗറി ഓഫ് സീറ്റ് ആണ്. ഇതിൽ നമുക്ക് ഏത് കാറ്റഗറി ഓഫ് സീറ്റ് ഓരോരുത്തർക്കും ഓരോ സർക്കംസ്റ്റാൻസിന് വരുന്ന ആളുകളും ഓരോ സിറ്റുവേഷൻസിന് വരുന്ന ആളുകളും ഓരോ തലങ്ങളിലുള്ള ആളുകളുമായിരിക്കും. അപ്പോൾ അവർക്ക് ഒരു MBBS സീറ്റാണ് വേണ്ടതെങ്കിൽ ഇതിനെ തരംതിരിച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഏത് വാങ്ങാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റും. ദെൻ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുകളുടെ 20 ക്യാമ്പസുകളിലുള്ള സീറ്റുകളും ഒരു ഏരിയ ഓഫ് സീറ്റ്സ് ആണ്. ദെൻ ജിപ്മർ, ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ചിന്റെ 2 ക്യാമ്പസുകളിലുള്ള സീറ്റുകൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നീറ്റിന്റെ കീഴിൽ വരുന്നതാണ്. ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജുകൾ പൂനെ ബേസ് ചെയ്തുകൊണ്ട് ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജുകളിലെ MBBS സീറ്റും നഴ്സിംഗ് സീറ്റും നമുക്ക് നീറ്റ് ബേസ് ചെയ്ത് വരുന്ന ഏരിയകളിലുള്ള കോഴ്സുകളാണ്. അപ്പൊ ഇതാണ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സീറ്റ്സുകൾ എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മളൊന്ന് രണ്ടാമതൊന്ന് കാറ്റഗറൈസ് ചെയ്ത് വരേണ്ട സാധനങ്ങൾ. പിന്നെ അതിൽ തന്നെ നമ്മൾ സീറ്റുകൾ ഏതാണ് നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ഏരിയകളിൽ തന്നെ നീറ്റ് പ്രിപ്പയർ ഫുൾഫിൽ ചെയ്യുന്നത് ഓൾ ഇന്ത്യ കോട്ടയിലെ 15% സീറ്റ്, സ്റ്റേറ്റ് കോട്ടയിലെ 85% സീറ്റ്, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ 100% സീറ്റും, ഡീംഡ് യൂണിവേഴ്സിറ്റികളിലെ 100, എയിംസിലെ 100%, ജിപ്മർ AFMC നേരത്തെ പറഞ്ഞ തന്നെയാണ്. ഈ ഇത്രയും പെർസെന്റേജ് സീറ്റുകൾ അതിൽ ആരാണ് മുഴുവനും എവിടെയാണ് കുറച്ച് വരുന്നത് എന്നുള്ളതിനാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഈ സീറ്റുകളും വരുന്നതാണ്. അപ്പൊ അവിടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് കിട്ടുന്ന റാങ്ക്, നമുക്ക് ഈ പ്രാവശ്യത്തെ റാങ്ക് അല്ലെങ്കിൽ ഈ പ്രാവശ്യത്തെ കട്ട് ഓഫ്, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇങ്ങനെ കുറെ പ്രഡിക്ഷൻസ് മാത്രമേ നടക്കുന്നുള്ളൂ, കൃത്യമായിട്ട് വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ വരുന്നതിന് മുമ്പേ നമ്മുടെ മുന്നിൽ സമയമുണ്ട്. ഈ ഒരാഴ്ച നിങ്ങൾ ഇരുന്നിട്ട് ആദ്യം എനിക്ക് വേണ്ട കോഴ്സ് എന്താണ്, MBBS അല്ലെങ്കിൽ ഞാൻ വേറെ ഏതാണ് കോഴ്സ് എടുക്കുന്നത്. MBBS കഴിഞ്ഞാൽ നമുക്ക് BSc നഴ്സിംഗ്, അത് കഴിഞ്ഞാൽ BSc അഗ്രികൾച്ചർ. ഞാൻ ഫോർ എക്സാമ്പിൾ പറയാണ്, BSc അഗ്രികൾച്ചർ, അത് കഴിഞ്ഞിട്ട് ബാച്ചിലർ ഓഫ് BDS. ഈ 4 ഏരിയകളാണോ എനിക്ക് താല്പര്യം. കാരണം നമ്മളെ മുന്നിൽ വരുന്ന കുട്ടികളോട് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരുടെ ആപ്റ്റിറ്റ്യൂഡിനെയും ഇൻട്രസ്റ്റിനെയും ബാക്കി പാഷനെയും ഒക്കെ നോക്കാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് നമ്മൾക്ക് വേണമെങ്കിൽ അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ വെച്ച് നിനക്ക് ഈ കോഴ്സ് കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, ഇതിന്റെ ഓപ്ഷൻസും കരിയർ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുത്ത് നമ്മൾ ചെയ്യാറുണ്ട് നമ്മുടെ മുന്നിൽ എത്തിക്കഴിയുന്ന കുട്ടികൾ. അങ്ങനെ വരാത്ത കുട്ടികൾ നിങ്ങൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് MBBS-ന് ശേഷം അല്ലെങ്കിൽ MBBS-നേക്കാൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കോഴ്സുകളെ പറഞ്ഞു വരും. എനിക്ക് MBBS വേണ്ട, നീറ്റിൽ കൂടെ എനിക്ക് BSc അഗ്രികൾച്ചർ ആണ് എന്റെ ഫസ്റ്റ് ഏരിയ, അത് കഴിഞ്ഞിട്ട് BDS ആണ് എന്റെ സെക്കൻഡ് ഓപ്ഷൻ, അത് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ എനിക്ക് MBBS, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ എനിക്ക് ആയുർവേദം. അങ്ങനെയുള്ള ഒരു പ്രയോറിറ്റി ലിസ്റ്റ് നിങ്ങൾ ആദ്യം തന്നെ എന്തായാലും നല്ല രീതികളൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലെങ്കിലാണ് നമുക്ക് കൺഫ്യൂഷൻസും നമുക്ക് സീറ്റ് കിട്ടാത്ത ഒരവസ്ഥയും നമ്മൾ സ്ട്രെസ് ആവുകയും ആങ്സൈറ്റിയിലേക്ക് എത്തുകയും ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്ക്. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ 11, 12, 15 കോഴ്സ് ഓഫ് ലിസ്റ്റുകളിൽ നിന്നും നിങ്ങൾക്ക് വേണ്ട കോഴ്സുകൾ എന്താണ്, 1, 2, 3, 4 എന്ന് വേണ്ട ഒരു 4 കോഴ്സുകളെങ്കിലും പ്രയോറിറ്റൈസ് ചെയ്ത് നിങ്ങൾ
എഴുതി വെക്കണം. എന്നിട്ട് പിന്നെ നെക്സ്റ്റ് ലെവൽ അപ്പൊ പ്രയോറിറ്റൈസേഷൻ വരുമ്പം ഒരു കുട്ടിക്ക് 1ഉം 2ഉം 3ഉം 4ഉം MBBS തന്നെ ആയിരിക്കും ഒരു പക്ഷെ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയാവും. അപ്പൊ അവിടെ നമ്മൾ വരുമ്പം അങ്ങനെ ഒരു കൺഫ്യൂഷൻസ് അല്ല ഒരു സ്റ്റേജിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ ഏതൊക്കെ സീറ്റുകളാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുക, അപ്പൊ ഏതൊക്കെ സീറ്റുകൾ എടുക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് പിന്നെ നമ്മൾ ക്ലാരിറ്റി വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള അത്രയും വെറൈറ്റി ഓഫ് സീറ്റ്സ് ഉണ്ട്. ഒരു കുട്ടിക്ക് കിട്ടുന്ന റാങ്കിനും മാർക്കിനും ഒക്കെ അനുസരിച്ചിട്ട് ഇവിടെ MBBS സീറ്റ് പല തരത്തിലുണ്ട്. ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ പോലും കിട്ടുന്ന MBBS സീറ്റുകൾ ഇന്ത്യയിൽ തന്നെ, നിങ്ങൾ ഒരു പുറത്തേക്കും പോവാതെ ഇന്ത്യയിൽ തന്നെ അവൈലബിൾ ആണ്. പക്ഷെ അതിന് ഒരു ക്രൈറ്റീരിയ ഉണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ ഫീസ് അടയ്ക്കാൻ പറ്റുന്ന ഒരു കുട്ടിയാണെങ്കിൽ, നല്ല രീതികളിൽ ഒരു വലിയൊരു എമൗണ്ട് ഫീസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഇവിടെ അത്രയും സീറ്റുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ ഏത് സീറ്റ് എടുക്കും, എനിക്ക് ഇത്ര രൂപ ഫീസ് അടച്ച് പഠിക്കാനേ പറ്റൂ, ആ തരത്തിലുള്ള ഏത് സീറ്റുകളാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ വരുമ്പോൾ വളരെ കുറഞ്ഞ ഫീസിൽ നമുക്ക് എയിംസുകളിലെ സീറ്റുകളും ജിപ്മറിലെ സീറ്റുകളും ഓൾ ഇന്ത്യ കോട്ടയിലെ 15% സീറ്റുകളും അതാത് സ്റ്റേറ്റുകളിലെ ഡൊമസൈൽ കുട്ടികൾക്കും അവിടുത്തെ ഗവൺമെന്റ് കോളേജുകളിലെ 85% സീറ്റുകളും, ഈ 4ആണ് നമുക്ക് അങ്ങനെ വരുമ്പോൾ എടുക്കാൻ പറ്റും. അപ്പൊ ഈ 4 ഏരിയകളിൽ കിട്ടാൻ എന്റെ മാർക്ക് എത്ര ഉണ്ട്, എന്റെ റാങ്ക് എത്ര, ലാസ്റ്റ് ഇയർ വെച്ചുകൊണ്ട് നമുക്ക് എത്ര എങ്ങനെ കിട്ടും എന്നുള്ളതിൽ ഒരു 25,000-നുള്ളിൽ ഓൾ ഇന്ത്യ റാങ്ക് വരികയാണെങ്കിൽ ഓൾ ഇന്ത്യയിൽ തന്നെ നമുക്കൊരു നല്ല രീതികളിലുള്ള ഒരു എന്താ പറയാ ഒരു പ്യുവർ ഗവൺമെന്റ് സീറ്റ്, അത് ഇറസ്പെക്റ്റീവ് ഓഫ് സ്റ്റേറ്റ്, ഇറസ്പെക്റ്റീവ് ഓഫ് പ്ലേസ്, അല്ലെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് ഡിസ്ട്രിക്ട്, അങ്ങനെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 25,000, 25,500 വരെയൊക്കെ ഒരു റാങ്ക് വരുമ്പോൾ നമുക്ക് മാക്സിമം വരുമ്പോൾ ഒരു 3rd റൗണ്ടിലെങ്കിലും ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ വെച്ചിട്ട് നിങ്ങൾക്ക് MBBS തന്നെ വെക്കാൻ പറ്റും. അങ്ങനെ പ്രിഫർ ചെയ്യാം. അപ്പൊ അവിടെ എനിക്ക് ഗവൺമെന്റ് സീറ്റ് മതി, MBBS ഏത് കോഴ്സ് ആയാലും. അപ്പൊ MBBS കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താണ് ചെയ്യുക, ഏത് കോഴ്സാണ് എടുക്കുക, ഗവൺമെന്റ് സീറ്റ്, എന്റെ സീറ്റ് മാർക്ക് വെച്ചിട്ട് കിട്ടുന്ന ഗവൺമെന്റ് കോളേജുകൾ, എന്റെ താല്പര്യവും കൂടെ ഉള്ള കോഴ്സുകൾ. BDS എനിക്ക് താല്പര്യമുണ്ട്, അതിന് ഗവൺമെന്റിൽ കിട്ടാനുണ്ടോ പ്രിഫറൻസ്, അതെങ്ങനെയാണ്, ഓൾ ഇന്ത്യയിലാണോ ഇതിലാണോ, അങ്ങനെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ്. അതുപോലെ ആയുർവേദത്തിൽ ഗവൺമെന്റാണ്, അങ്ങനെയാണെങ്കിൽ MBBS ഗവൺമെന്റ് പ്യുവർ ഗവൺമെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് എന്റെ ഓപ്ഷൻ ആയുർവേദ പ്യുവർ ഗവൺമെന്റ് സീറ്റാണ്. അതിനുവേണ്ടി കോളേജുകൾ എങ്ങനെ, അതിനുവേണ്ടി സീറ്റുകൾ എങ്ങനെ, ആ തരത്തിലുള്ള ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ആദ്യം കോഴ്സിനെ വെച്ചുകൊണ്ടും പിന്നെ കോളേജിനെ വെച്ചുകൊണ്ടും നിങ്ങൾ തയ്യാറാക്കി എടുക്കണം. അതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇന്നും നാളെയുമായിട്ടൊക്കെ ചെയ്യേണ്ട, ഏറ്റവും അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാത്തതിന്റെ ഒരു പേരിലാണ് ഒരുപാട് ആളുകൾ വീണ്ടും ഒരു പ്രതീക്ഷ ഇല്ലാതെ പോലും വീണ്ടും നീറ്റ് റിപ്പീറ്റ് ചെയ്യാണ് ഞാൻ എന്ന് പറഞ്ഞു പോകുന്ന കുട്ടികളുണ്ട്. അപ്പൊ എന്നാൽ ലാസ്റ്റ് മിനിറ്റിൽ അവർക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ലാത്തതിന്റെ ഒരു അവസ്ഥ കൊണ്ട് മാത്രം പോവാണ്. അപ്പൊ അങ്ങനെ ആവാതെ നിങ്ങൾക്ക് സമയമുണ്ട്, ഇപ്പൊ വേണമെങ്കിൽ അങ്ങനെയൊക്കെ തീരുമാനിക്കാം. ഇനി നമ്മുടെ ഈ കോഴ്സുകളെ ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോളേജുകളെയും ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ പരിഗണിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് പഠിക്കാം. നമ്മൾ 2-3 തരത്തിലാണ് നമ്മുടെ വരുന്ന കുട്ടികളൊക്കെ അധികവും വരിക. എനിക്ക് ഒരു ഗവൺമെന്റ് സീറ്റ് ഓൾ ഇന്ത്യയിൽ എവിടെ കിട്ടിയാലും മതി, ആ തരത്തിൽ ഞാൻ ജമ്മു ആയാലും വേണ്ട, ആൻഡമാൻ ആയാലും വേണ്ട, എവിടെ ആയാലും വേണ്ടിയില്ല, ഞാൻ പോയിക്കോളും എന്ന് പറയുന്ന കുട്ടികളുണ്ട്. ചില കുട്ടികൾ തന്നെ വിത്ത് പാരന്റ്സും കൂടെ പറയും അവിടേക്കൊന്നും പോകുന്നില്ല, നമുക്ക് സദേൺ സ്റ്റേറ്റിൽ എവിടെയെങ്കിലും കിട്ടുമോ, കേരള, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന, കർണാടക, അത് മതി, പിന്നെ പോയി വരാൻ പറ്റുന്ന വേണമെങ്കിൽ മഹാരാഷ്ട്രയോ ഡൽഹിയോ അതും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ മാത്രം മതി. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെയുള്ള കോളേജുകളിലും ഏതെവിടെയാണ് കോളേജുകൾ കിട്ടാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് സിറ്റിയിൽ അതിനുള്ള സൗകര്യമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും, അത് എത്തിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ എടുത്ത് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ആ രീതികളിൽ നോക്കാം. അതല്ല പിന്നെ വരുമ്പം എനിക്ക് കേരളത്തിൽ മാത്രം മതി ഒരു സീറ്റ്, അതും ഗവൺമെന്റ് സീറ്റ് മതി, അങ്ങനെയാണെങ്കിൽ ആ തരത്തിൽ നിങ്ങൾ കോഴ്സിന് ആദ്യം ഈ ഒരു കാറ്റഗറി വെച്ചുകൊണ്ട് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം. നിങ്ങളുടെ കോഴ്സ് സെലക്ഷൻസിൽ ആദ്യം പ്രയോറിറ്റൈസ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബേസിൽ പ്രയോറിറ്റി കൊടുക്കുക. ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ നിങ്ങളുടെ ലൊക്കാലിറ്റി, ഏരിയ, അതല്ലെങ്കിൽ ആ സ്ഥലങ്ങളിലേക്കുള്ള പ്രിഫറൻസ് എന്താണ്, അതിനു വേണ്ടി ഒരു പ്രിഫറൻസും കൂടെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് കോഴ്സുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഒരു ഡിസിഷനിൽ എത്താൻ നിങ്ങൾക്ക് പറ്റും. അപ്പൊ ആ ഒരു ഏരിയകളായിരിക്കണം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ ചെയ്യേണ്ടത് ഈ വർഷത്തെ ഒരു റീനീറ്റ് വരിക എന്ന് പറയുമ്പോൾ നമുക്ക് കുറെ എന്താ പറയാ കുറെ ബുദ്ധിമുട്ടുകളും കുറെ ടെൻഷൻസും ഉണ്ടായി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ പങ്കെടുത്ത കുട്ടികളെക്കാൾ 2.25 ലക്ഷം കുട്ടികൾ കുറവാണ് നമുക്ക് റീനീറ്റിൽ പങ്കെടുത്ത് എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു ഇതൊക്കെ നമ്മളുടെ റിസൾട്ടിനെയും റാങ്കിനെയും കട്ട് ഓഫിനെയും ഒക്കെ ബാധിക്കും. അപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക്
22 ലക്ഷം കുട്ടികളായിരുന്നു, 22,09,318 ആ കുട്ടികളായിരുന്നു അപ്പിയർ ചെയ്തിരുന്നത്. ക്വാളിഫൈ ചെയ്ത ആളുകൾ 12,36,000 സംതിങ് ആയിരുന്നു. ഈ വർഷം 22,70,22.7 lakhs ആയിരുന്നു ഫസ്റ്റ് നമുക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് മെയിൽ നടത്തിയ നീറ്റില്. അത് റീനീറ്റ് വന്നപ്പം അത് 20 lakhs ആയി, 20 lakhs സംതിങ് 40,000 അങ്ങനെ എന്തോ സംതിങ് ആയിട്ടാണ് നമുക്ക് NTA കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ റിസൾട്ടിനോടൊപ്പം വരാനിരിക്കുന്നതേ ഉള്ളൂ വന്നിരുന്നത്. അപ്പൊ ആ ഒരു തരത്തിൽ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ തന്നെ ഒരു 2-2.25 ലക്ഷം കുട്ടികളുടെ കുറവ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ റിസൾട്ട് വരുമ്പോൾ ക്വാളിഫൈ ആയ ആളുകളിലും ഇതൊക്കെ നമ്മളുടെ റാങ്കിനെയും അഡ്മിഷനെയും ഒക്കെ ചെറിയ രീതികളിൽ ബാധിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കട്ട് ഓഫ്, ഈ വർഷത്തെ കട്ട് ഓഫ് എത്രയാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, വന്നിട്ടില്ല. കോമ്പിറ്റൻസി റേസ് ഒക്കെ സ്റ്റേജ് ഒക്കെ വെച്ചുകൊണ്ടായിരിക്കും നമുക്ക് വരാം. കഴിഞ്ഞ വർഷം 144ഉം 113ഉം ആയിരുന്നു ക്വാളിഫയിങ് കട്ട് ഓഫ് ഉണ്ടായിരുന്നത്. അപ്പൊ ആ ക്വാളിഫയിങ് കട്ട് ഓഫിനേക്കാൾ എത്രത്തോളം കൂടും, എത്രത്തോളം കുറയും എന്നൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഒരു ദിവസങ്ങൾ വെയിറ്റ് ചെയ്യണം. ഒരു 1 വീക്ക്, ഒരു 10 ഡേയ്സും കൂടെ ഒക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കിത് വരിക. ജൂലൈ 4th വീക്കിലേക്ക് വരുമെന്നാണുള്ള ഒരു ഇതിൽ നമ്മൾ കാൽക്കുലേഷൻസിൽ നിൽക്കുന്നത്. വരികയാണെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ആ സമയത്ത് അതിനനുസരിച്ചുള്ള കാര്യങ്ങളും കൂടെ ഇതിനോടൊക്കെ നിങ്ങൾ ആഡ് ചെയ്തിട്ട് വേണം ചെയ്യാനെന്നുള്ളതാണ്. അതിൽ നമ്മൾ പറഞ്ഞു AQ സീറ്റ്സ് ഉണ്ട്, സ്റ്റേറ്റ് സീറ്റുകളുണ്ട്, അതേപോലെ തന്നെ ഡീംഡ് NRI അങ്ങനെയുള്ള സീറ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇനി ഈ കട്ട് ഓഫും റാങ്കും ഒക്കെ ആണ് വരാനിരിക്കുന്നത്. സീറ്റുകൾ പ്രയോറിറ്റി അതിന് വന്നാലും വന്നില്ലെങ്കിൽ അല്ല, നമ്മൾ ഉയർന്ന റാങ്ക് കിട്ടിയാലും റാങ്ക് ഇത്തിരി കുറഞ്ഞാലും നമ്മളൊരു കോഴ്സ് ഏതായാലും ഈ ഒരു എക്സാമിനേഷൻ വഴി തന്നെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ റാങ്ക് വരട്ടെ, അത് അവർ അതിന്റെ വഴിക്ക് NTA ചെയ്തിട്ട് റാങ്ക് വരും. പക്ഷെ നമ്മൾ ഈ കാര്യങ്ങൾ, ഈ കോഴ്സ് ഏതാണ്, സീറ്റ് ഏതാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്, ഏരിയ അല്ലെങ്കിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഏതാണ്, ആ വെച്ചുകൊണ്ട് നമ്മൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാം എന്നുള്ളതാണ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓൺലൈനായിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണം, ചോയ്സ് ഫില്ല് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഒരു രീതികളാണ് നെക്സ്റ്റ് നമ്മളിലേക്ക് വരുന്നത്. ആ വരുമ്പോൾ നമുക്ക് മെയിൻലി നമ്മുടെ ഇവിടെ വരുന്നത് ഒരു കൗൺസിലിംഗ് പ്രോസസ് ഉള്ളത് ഒന്ന് ഓൾ ഇന്ത്യ കോട്ട സീറ്റുകൾ 15% എല്ലാ സ്റ്റേറ്റുകളിലും, ഇന്ത്യയിലെ മൊത്തം സ്റ്റേറ്റുകളിലേക്കുമുള്ള 15% സീറ്റുകൾ എല്ലാ സ്റ്റേറ്റിലുള്ള കുട്ടികൾക്കും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ അപേക്ഷിക്കാൻ പറ്റും. കേരളത്തിലുള്ള ഒരു കുട്ടിക്ക് തമിഴ്നാടിലോ തെലുങ്കാനയിലോ മഹാരാഷ്ട്രയിലോ ബീഹാറിലോ ആസാമിലോ ഒറീസയിലോ ഒക്കെ അപേക്ഷിക്കാം. അതേപോലെ തന്നെ ഒറീസ ആസാമിലൊക്കെ ഉള്ള കുട്ടികൾക്ക് കോഴിക്കോട് കേരളവും തമിഴ്നാടും ഒക്കെ അപേക്ഷിക്കാൻ പറ്റുന്ന ആ സീറ്റിനെയാണല്ലോ നമ്മൾ ഓൾ ഇന്ത്യ കോട്ട സീറ്റ്. ആ സീറ്റിന് വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് ഒരു സ്പെഷ്യലായിട്ട് ഒരു മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയുടെ ചോയ്സ് ഫില്ലിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രോസസ് ഒക്കെയാണ് നടത്താറുള്ളത്. www.mcc.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി നമ്മൾ കയറി ഒരേ ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ കൂടെയാണ് നമ്മൾ ഈ സീറ്റുകൾ കംപ്ലീറ്റ് നമ്മൾ ചെയ്യേണ്ടത്. ഈ സിംഗിൾ പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് വരുന്നത്. ഓൾ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലെയും ഈ സീറ്റുകൾ വരും. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ളത് ബനാറസി ഹിന്ദു, അതേപോലെ AMU ഡൽഹി, ഇതേപോലെ വരുന്ന യൂണിവേഴ്സിറ്റികളിലേക്കുള്ള 100% സീറ്റുകൾ. അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടെ ഫീസ് കൊടുത്തു പോകാൻ പറ്റുന്നതാണെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതേ സിംഗിൾ വിൻഡോ, ഈ വിൻഡോയിൽ വഴി തന്നെ mcc.nic.in വിൻഡോ വഴി തന്നെയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് AFMC, എയിംസ്, ജിപ്മർ ഇതേപോലുള്ള സ്ഥാപനങ്ങളിലേക്ക് വേണ്ടി നമ്മൾ ഈ ഒരു വിൻഡോയിൽ തന്നെ മാത്രം. അപ്പൊ ഒന്നും നമ്മൾ ഇപ്പം CUET പരീക്ഷ എഴുതിയ കുട്ടികളൊക്കെ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ സിംഗിൾ വിൻഡോ ആപ്ലിക്കേഷൻ പ്രോസസ് ഇല്ല. ഓരോ യൂണിവേഴ്സിറ്റികളിലേക്കും സെപ്പറേറ്റ് കൊടുക്കണം. എന്നാൽ നീറ്റ് എഴുതിയ ഒരു കുട്ടിക്ക് എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കും എല്ലാ MBBSന്റെ എല്ലാ സീറ്റുകളിലേക്കും ഒരു വിൻഡോ പ്രകാരം ഒരു വിൻഡോ ത്രൂ മാത്രം നമുക്ക് അപേക്ഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. അതാണ് നമ്മൾ mcc.nic.in എന്ന് പറഞ്ഞ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയുടെ വെബ്സൈറ്റ് ത്രൂ. അങ്ങനെ അവിടെ പിന്നെ നമുക്ക് NTA റോളൊന്നുമില്ല, അതുവഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. അപ്പൊ അങ്ങനെ അപേക്ഷിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഏത് സീറ്റ് വേണം എന്ന് നേരത്തെ തെരഞ്ഞു വെക്കണം, നേരത്തെ തന്നെ ഒരു ലിസ്റ്റ് ഔട്ട് ഉണ്ടാക്കി വെക്കണം എന്നൊക്കെ ഞാൻ പറയാനുണ്ടായിരുന്നു. കാരണം ദെൻ നമുക്ക് അതേപോലെ തന്നെ അതാത് സ്റ്റേറ്റുകളുടെ ഡൊമിസൈൽ സ്റ്റേറ്റുകളുടെ അവരുടെ സെപ്പറേറ്റ് അപ്ലിക്കേഷൻ പ്രോസസ്. കേരളത്തിൽ നമ്മളിപ്പോൾ കേരളൈറ്റ്സ് ആണ്, കേരളത്തിലാണെങ്കിൽ നമുക്ക് കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷന്റെ വെബ്സൈറ്റ് കൂടി CEEയുടെ വെബ്സൈറ്റിൽ കൂടെയാണ് നമ്മൾ
കേരളത്തിലെ ബാക്കിയുള്ള സീറ്റുകളിലേക്ക് 15% കഴിഞ്ഞാൽ വരുന്ന 85% ഗവൺമെന്റ് കോളേജുകളിലേക്കും പ്രൈവറ്റ് കോളേജുകളിലേക്കും നമ്മൾ അപേക്ഷിക്കണം. അതേ തന്നെ അവിടുത്തെ NRI സീറ്റിലേക്കും അതുവഴി തന്നെയാണ് അപേക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ വേറൊരു കൗൺസിലിംഗ് പ്രോസസ്സ് വരുന്നത് നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയിലെ സീറ്റുകളില്ല, സ്റ്റേറ്റിലെ ഗവൺമെന്റും ഇല്ല, സെൽഫ് ഫൈനാൻസിങ് സീറ്റുകളും ഇല്ല. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും വഴികളുണ്ടോ? ഡീംഡ് എടുക്കുന്നതിന് പകരം ഡീംഡിൽ കുറച്ചും കൂടെ ഫീസ് കൂടുതലാണെങ്കിൽ ഏതാണ് പിന്നെ അതർ സ്റ്റേറ്റിൽ എന്തെങ്കിലും സീറ്റുകൾ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ നമുക്ക് അതർ സ്റ്റേറ്റിലെ എല്ലാ മാനേജ്മെന്റ് സീറ്റുകൾക്കൊക്കെ നമുക്ക് പോകാനുള്ള അർഹത ഉണ്ട് നീറ്റ് ക്വാളിഫൈ ചെയ്യാൻ. അവിടുത്തെ ഫീസും അവിടുത്തെ ബാക്കിയുള്ള സാഹചര്യങ്ങളും ഒക്കെ നമുക്ക് അനുകൂലമാണെങ്കിൽ നിങ്ങൾക്ക് അതർ സ്റ്റേറ്റുകൾ, നമ്മുടെ കുട്ടികൾ സാധാരണ ഇങ്ങനത്തെ സീറ്റുകൾ എടുക്കുക സൗത്ത് തന്നെയാണ്. കർണാടക, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്ര, മഹാരാഷ്ട്ര, ഗുജറാത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് കുറച്ചും കൂടെ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളും ഫീസ് എല്ലാ സ്ഥലങ്ങളിലും ഏകദേശം കുറച്ച് കൂടുതൽ തന്നെയാണ്. നമ്മളെ കുട്ടികൾക്ക് കുറച്ചും കൂടെ ഫീസ് കുറഞ്ഞ് പഠിക്കാൻ ഇവിടുത്തെ സെൽഫ് സീറ്റുകൾ തന്നെയാണ് ഉള്ളത് എന്നുള്ളതും ജനറലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ 3 കൗൺസിലിംഗ് നീറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു മെഡിക്കൽ ഡിഗ്രി ആവശ്യമുള്ള കുട്ടികൾക്ക് മെയിൻലി ഈ 3 കൗൺസിലിംഗുകളാണ് നമുക്ക് ഉണ്ടാവുക. ഇതിൽ തന്നെ കോഴ്സുകളെല്ലാം പല കോഴ്സുകളും വരും. MBBS BDS ഒക്കെ ആണെങ്കിൽ ഈ വെബ്സൈറ്റുകളിൽ തന്നെയാണ്. അതിൽ നമുക്ക് വെറ്റിനറി വേണം ഓൾ ഇന്ത്യയിലേക്ക് വേറെ നമുക്ക് അപ്ലൈ ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ആയുർവേദ, ഹോമിയോ നമുക്ക് അതുപോലെ തന്നെ വേറെ വെബ്സൈറ്റ് വഴി ത്രൂ MCC വഴിയല്ല. പക്ഷെ ഈ പ്രോസസ്സ് ഇത് 3 തന്നെയാണ് ഉണ്ടാവുക. ഓൾ ഇന്ത്യ സീറ്റുകൾക്ക് വേറെ, ഡൊമസിൽ അതായത് കൺട്രി സ്റ്റേറ്റിലേക്ക് വേറെ, അതുപോലെ അതായത് അതർ സ്റ്റേറ്റിലെ മാനേജ്മെന്റ് പ്രൈവറ്റ് സീറ്റുകൾക്ക് വേറെ ഓപ്ഷൻ. അപ്പൊ നമുക്ക് ലാസ്റ്റ് റാങ്ക് നോക്കാൻ ഇനിയിപ്പോ നമുക്ക് പ്രത്യേകിച്ച് നമ്മളുടെ ഇതിൽ എന്താ പറയാ, കഴിഞ്ഞ വർഷത്തെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു 25,000 എങ്കിലും നിങ്ങൾക്ക് ഓൾ ഇന്ത്യ സീറ്റ് കിട്ടുകയാണെങ്കിൽ മാർക്ക് എത്രയോ കട്ട് ഓഫ് എത്രയോ ആയാലും റാങ്ക് ആ ഒരു റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് ആണ് കുറച്ചും കൂടെ കിട്ടാൻ പോകുന്നത്. ഒരു ഓൾ ഇന്ത്യയിൽ ഒരു സീറ്റുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പം ലാസ്റ്റ് ഇയറിലേക്ക് ഒരു നമുക്ക് ആദ്യത്തെ 5000-നുള്ളിൽ നമ്മളുടെ 502 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു സ്റ്റാറ്റസ് നമുക്ക് ഈ വർഷം കൂടെ വരുമ്പോ ഒന്നുകൂടെ വന്നിട്ട് ശേഷം നോക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്നാണ്. അതില് പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം വേറെ ഏതാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കൂടെ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിംസിലെ 20 എയിംസുകളുണ്ട്. 20 എയിംസുകളുടെ സീറ്റുകൾ. ദെൻ വേറൊരു സീറ്റ് ഉണ്ട് നമുക്കിവിടെ ESIC MBBS സീറ്റുകൾ എന്ന് പറഞ്ഞാൽ ESI പ്രിവിലേജ് ഉള്ള പാരന്റ്സിന്റെ കുട്ടികൾക്ക് ഒരു ESI മെഡിക്കൽ കോളേജുകൾ എന്ന് പറയുന്ന ഗണത്തിൽ വരുന്ന മെഡിക്കൽ കോളേജുകളിലെ 35% സീറ്റ് ഈ കാറ്റഗറിയിൽ വരുന്ന പാരന്റ്സിന്റെ കുട്ടികൾക്ക്. അതിന് നമ്മൾ ESIയിൽ സെപ്പറേറ്റ് തന്നെ നേരത്തെ ഇപ്പം അതിന്റെ അപ്ലിക്കേഷൻ സമയമൊക്കെ കഴിഞ്ഞു. നമ്മൾ IP എടുത്ത് രജിസ്റ്റർ ചെയ്ത് നമ്മുടെ കുട്ടിയും ലിങ്ക് ചെയ്ത് കുട്ടിയെയും പാരന്റിനെയും ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ കുട്ടി ESI കോട്ടായ സീറ്റിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അങ്ങനെ വരുമ്പോൾ ESI കോളേജുകളിൽ 2 സീറ്റുകൾ ആ കുട്ടിക്ക് അപേക്ഷിക്കണം. ജനറൽ ആയിട്ട് എല്ലാ ESI കോളേജുകളിലും ഓൾ ഇന്ത്യ കോട്ടക്ക് ആ കുട്ടിക്ക് അപേക്ഷിക്കാൻ പറ്റും. ESI ഉള്ള പാരന്റിന്റെ കുട്ടികൾക്ക് ആ കോളേജ് 2 പ്രാവശ്യം കാണിക്കും. ഒന്ന് ആ കുട്ടിക്ക് കോട്ട സീറ്റായിട്ടും ഒന്ന് ജനറൽ സീറ്റായിട്ടും കാണിക്കും. ESI ആനുകൂല്യങ്ങളുള്ള പാരന്റ്സുകൾ അഥവാ ഇനി ഈ പ്രാവശ്യം നേരത്തെയൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് വളരെ നല്ല കുറഞ്ഞ മാർക്ക് റാങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും നമുക്ക് പോകാൻ പറ്റായിരുന്നു. ഒരു 1,50,000 വരെയൊക്കെ പോകാമായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് ഇയറും അതിന്റെ മുമ്പത്തെ തൊട്ട് വർഷങ്ങളിലൊക്കെ നമുക്ക് അത് തന്നെ ഒരു 60,000 അല്ലെങ്കിൽ ഒരു 50,000-ന്റെ ഉള്ളിലൊക്കെ വന്നു കഴിഞ്ഞാലേ ഉറപ്പ് പറയാൻ പറ്റുന്നുണ്ട്. ആ രീതികളിൽ അതിനെ എല്ലാവരും ഏറ്റെടുത്ത് കഴിയുകയും എല്ലാവരും അതിനുവേണ്ടി ആ ആനുകൂല്യമുള്ള എല്ലാവരും ആ സീറ്റിന് വേണ്ടി അപേക്ഷിക്കുകയും കുട്ടികൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയും ചെയ്തതിന്റെ സ്ഥിതിയിൽ തന്നെ ആ സീറ്റിന് നമുക്ക് ഒരുപാട് താഴ്ന്ന റാങ്ക് ഉണ്ടെങ്കിലും കിട്ടാൻ സാധ്യതകളൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും പൊതുവെ നമ്മളൊരു 20,000 22,000 വാങ്ങുന്ന സ്ഥലത്ത് ഒരു കുട്ടി 40,000 42,000 വാങ്ങിയാലും ESI ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആ സീറ്റ് കിട്ടും. നിങ്ങൾ പാരന്റ്സിന് ആർക്കെങ്കിലും ESI ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട് ഈ വർഷം അപേക്ഷിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു വർഷം കൂടെ നല്ല രീതികളിൽ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് ആ സീറ്റിന് വേണ്ടി എഴുതാവുന്നതും പോവാവുന്നതും ഒക്കെയാണ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനു വേണ്ടി ശ്രമിക്കാം. പിന്നെ നമുക്ക് വരുന്നതാണ് ബാക്കിയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ ജാമിയ മില്ലിയ, അലിഗർ യൂണിവേഴ്സിറ്റീസ്, പിന്നെ ജാമിയ മില്ലിയയിലെ BDS കോഴ്സ്, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ MBBS BDS, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകളും നിങ്ങൾക്ക് ഇതിലുണ്ടാവും. അതൊക്കെ നമ്മുടെ കുട്ടികൾ
എത്രത്തോളം അതിനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് നോക്കിയിട്ട് നമ്മൾ ചില ആളുകൾ അതൊന്നും തീരെ ഒട്ടും നോക്കാതൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അതൊക്കെ എന്താ വെച്ചാൽ ഒരുപക്ഷെ അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടോ ആയിരിക്കും. അപ്പൊ അങ്ങനെ അറിയാതിരിക്കരുത്. ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് അതിന്റെ കൂടെ ഉൾപ്പെടുത്താനുള്ളതും കൂടെ ചെയ്യാം. ദെൻ ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിൽ നമുക്ക് കുറച്ചും കൂടെ എൻട്രൻസ് അഡ്മിഷൻ നീറ്റ് റാങ്ക് ത്രൂ തന്നെയാണ്. പിന്നെ അതിനുശേഷം അവരൊരു ഫിസിക്കൽ ടെസ്റ്റും ഒക്കെ ആപ്ലിക്കേഷൻ നമ്മുടെ AFMCയുടെ വെബ്സൈറ്റിൽ കൂടെ നടത്തിയിട്ട് ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റുകളും കൂടെ നടത്തിയിട്ടാണ് ആംഡ് ഫോഴ്സിലേക്ക് എടുക്കുന്നത് നമുക്ക് MBBS അഡ്മിഷൻ. അതുപോലെ തന്നെ ജിപ്മറിന്റെ 2 പുതുച്ചേരി ക്യാമ്പസും കാരക്കൽ ക്യാമ്പസിലേക്കും നമുക്ക് ഇതുവഴി തന്നെ എടുക്കുന്നുണ്ട്. അതുപോലെ 20 എയിംസുകളുണ്ട് നമുക്ക്. ആ 20 എയിംസുകളിലെയുമുള്ള സീറ്റുകളിലേക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് നമ്മൾ എയിംസ് എന്ന് പറയുമ്പം ഒരു പക്ഷേ ഒരു സ്റ്റേറ്റ് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലെ 15% സീറ്റും ഒരു എയിംസിനെയും കാൽക്കുലേറ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ അതിനെ കമ്പയർ ചെയ്യുമ്പം നമ്മൾക്ക് എയിംസിൽ കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ ആ എയിംസിന്റെ ഒരു ബാനർ അല്ലെങ്കിൽ എയിംസിന്റെ ഒരു ടാഗ് എന്നുള്ള രീതികളിൽ നമുക്ക് എയിംസിനെ എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ അവിടുത്തെ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ കണക്കാക്കിയിട്ട് ഒരു എയിംസ്, ഇപ്പം ഫോർ എക്സാമ്പിൾ എയിംസ് മധുരൈ അല്ലെങ്കിൽ എയിംസ് ഡിയോഗർ, ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഇതിലേക്ക് വരുമ്പം താഴേലേക്ക് ലിസ്റ്റിൽ ഒരു പക്ഷേ എയിംസിന്റെ ലിസ്റ്റിൽ താഴേലേക്കാണ് വരുന്നതെങ്കിലും ഓൾ ഇന്ത്യ കോട്ടയിലെ കോളേജുകളുടെ ഇടയിൽ ചിലപ്പോൾ ഇത് ഉയർന്നു നിൽക്കുന്നുണ്ടാവും. അങ്ങനെ നിൽക്കുന്നുണ്ടോ എന്നുള്ള ഒരു റാങ്കും കൂടെ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. AFMCയിൽ നമ്മൾ പറഞ്ഞു, അതിൽ നമ്മൾ ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നീറ്റിന്റെ റാങ്കിങ് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളത്. അപ്പൊ ആ ഒരു കാര്യം വേണമെങ്കിൽ ആ ഒരു ആംഡ് ഫോഴ്സിൽ ഒക്കെ നമ്മൾ ഒരു MBBS പഠിക്കുന്നതിന്റെ ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ജോലിക്കൊന്നും അന്വേഷിക്കാതെ ജോലിയും ഹയർ സ്റ്റഡി ഓപ്ഷൻസും ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന, 1 രൂപ പോലും ചെലവില്ലാതെ എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഇതും കൂടെ ഉണ്ട്. അപ്പൊ രാജ്യത്തിന് വേണ്ടി കുറച്ചും കൂടെ സേവനം അനുഷ്ഠിക്കും വേണം, ജോലിയും വേണം, നല്ല ഉയർന്ന റാങ്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് AFMCകൾ. ദെൻ ESI കോട്ട സീറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. നമ്മൾ ആ ഒരു ബെനിഫിറ്റ് ഉള്ള ആളുകൾക്ക് BDS സീറ്റും ഉണ്ട്, MBBS സീറ്റും ഉണ്ട്. ഒപ്പം നിലവിൽ കഴിഞ്ഞ വർഷം മുതൽ നമുക്ക് BSc നഴ്സിംഗ് ESI കോളേജുകളിലുള്ള BSc നഴ്സിംഗ് നീറ്റ് എഴുതി BSc നഴ്സിംഗ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. കേരളത്തിലാണെങ്കിൽ BSc നഴ്സിംഗ് സീറ്റ് കിട്ടണമെങ്കിൽ ഇൻഡെക്സ് മാർക്ക് 300 ഔട്ട് ഓഫ് 300 ഉണ്ടായാലും നമ്മൾ പുറത്താണ്. അപ്പൊ എന്നാൽ നീറ്റ് എഴുതിയിട്ട് അത്യാവശ്യം ഒരു MBBSനുള്ള ഒരു റാങ്ക് ഇല്ലതാനും കുറച്ച് റാങ്ക് കുറവാണ്. അപ്പൊ ഇനി എന്ത് ചെയ്യും എന്നുള്ള ആളുകൾക്കൊക്കെ ഡൽഹി യൂണിവേഴ്സിറ്റി കീഴിൽ BSc നഴ്സിംഗുകൾ ഉണ്ട്. അതേപോലെ തന്നെ ജിപ്മറിലെ BSc നഴ്സിംഗ് ഉണ്ട്. ഒപ്പം ESI ആനുകൂല്യങ്ങൾ ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ കേട്ടോ, മറ്റവർക്ക് പറ്റില്ല. ESI ആനുകൂല്യമുള്ള കുട്ടികൾക്ക് കുറച്ചും കൂടെ നല്ല രീതികളിൽ മാർക്ക് കുറഞ്ഞു നഴ്സിംഗ് പഠിക്കാനും ആഗ്രഹമുണ്ട് എങ്കിൽ നമുക്ക് BSc നഴ്സിംഗ് എടുക്കാനുള്ള ഒരു അവസരം ESI കോളേജുകളിലുണ്ട്. ഇനി അതൊക്കെ വന്നു കഴിഞ്ഞ് നമ്മൾ ഇപ്പം ഏതായാലും റാങ്ക് ഒക്കെ വരുമല്ലോ. നമ്മൾ ഈ തരത്തിൽ കോഴ്സുകളും കോളേജുകളും ഒക്കെ നിശ്ചയിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള ഒരു അടുത്ത സ്റ്റെപ്പാണ് നമുക്ക് ചെയ്യാനുള്ളത് രജിസ്ട്രേഷൻ, ഓപ്ഷൻ രജിസ്ട്രേഷൻ ആൻഡ് ചോയ്സ് ഫില്ലിംഗ്. അതിനേക്കുള്ള വഴികളിലാണ് ഇന്ന് എനിക്ക് കുറച്ചും കൂടെ ഞാനിപ്പോൾ സാന്ദർഭികമായിട്ട് പറയുകയാണെങ്കിൽ നമ്മള് ഇന്നലെ ഒരു 5-6 കോളുകൾ അതുവേണ്ടി മാത്രം, പ്രത്യേകിച്ചും നമ്മുടെ കീം എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള, ഇത്ര കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. നീറ്റിനെ പോലെ ഓൾ ഇന്ത്യ കോട്ട പോലെയുള്ള സാധനങ്ങളൊന്നും ഇല്ലാതെ ചെയ്യുന്ന പരീക്ഷകൾ പോലും ഓപ്ഷൻ രജിസ്ട്രേഷൻ പോലും ഒരു അക്ഷയ സെന്ററുകളിൽ കൊടുത്തു കഴിഞ്ഞപ്പം അവർ ആ കുട്ടിയുടെ 5400 സംതിങ് റാങ്കുള്ള ഒരു കുട്ടിക്ക് അവര് ChatGPTയോട് ചോദിച്ചു കൊടുത്തു. അപ്പൊ ആ കുട്ടിക്ക് മുത്തൂറ്റ് എന്ന് പറഞ്ഞ കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് കിട്ടാനുണ്ട്, 6ാമതോ 7ാമതോ ആയിട്ട് കിടന്നു. അപ്പൊ 5400 റാങ്കുള്ള ഒരു കുട്ടിക്ക് ഗവൺമെന്റ് കോളേജുകളിൽ നല്ല രീതികളിൽ അത്യാവശ്യം നല്ല കോളേജുകളിൽ ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് പഠിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പിന്നെ സാധ്യതകളുണ്ട് ഈ കുട്ടിക്കാണെങ്കിൽ പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ്ങിൽ പഠിക്കാനുള്ള ഒരു സാമ്പത്തിക നിലയോ അല്ല കുട്ടിയുടെ കാര്യം. എന്നിട്ട് പോലും ആ കുട്ടിക്ക് ഈ കോളേജിലൊക്കെ ഒരു 6ാമത്തെ ഓപ്ഷനായിട്ട് ആണ് ഈ കോളേജ് കയറ്റി കൊടുത്തു. അവര് ഈ കോളേജിൽ കിട്ടി. ഇനി അതിന്റെ മുകളിൽ ആകെ 5 കോളേജുകളാണ്. CETയിലെ 3 കോഴ്സും CETയിലെ 2 കോഴ്സും TKMലെയും തൃശ്ശൂരിലെയും 2 കോഴ്സും. അപ്പൊ 2 കോഴ്സ് പറഞ്ഞാൽ ECയും കമ്പ്യൂട്ടർ സയൻസും. എങ്ങനെ പോയാലും ഈ കുട്ടിയുടെ റാങ്ക് ഈ 3 കോളേജുകളിലേക്ക് എത്തൂല. എന്നാൽ ആ കുട്ടിക്ക് എത്താൻ പറ്റുന്ന ധാരാളം നല്ല കോളേജുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇത്ര ഫീസ് കൊടുക്കാതെ ആ കുട്ടിക്ക് പോകാൻ പറ്റുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു കേസ് അങ്ങനെ, വേറൊരു കേസ് ലാറ്ററൽ എൻട്രി വഴി കേസ് വന്ന കുട്ടിക്കും ഇതേ അവസ്ഥ തന്നെയാണ് ഉണ്ടായത്. ആ കുട്ടിക്ക് അതേപോലെ തന്നെ 1400
അങ്ങനെ എന്താണ് ലാറ്ററൽ എൻട്രി റാങ്ക് വന്നിട്ടുള്ളത്. ആ ലാറ്ററൽ എൻട്രി ബിടെക് പോളിടെക്നിക് ഡിപ്ലോമ കഴിഞ്ഞിട്ട് അപ്പൊ ആ ലാറ്ററൽ എൻട്രി റാങ്ക് വെച്ചിട്ട് ആ കുട്ടിക്ക് ഗവൺമെന്റ് കോളേജിൽ ആ കുട്ടി പഠിക്കുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. കോളേജിൽ ആ കുട്ടിക്ക് പോകേണ്ടത് സിവിൽ എഞ്ചിനീയറിംഗ് എന്തായാലും ഒരു ചാൻസ് ആ കുട്ടിക്ക് ഉണ്ട്. കാരണം സിവിൽ എഞ്ചിനീയറിംഗ് നമ്മുടെ ആ കുട്ടികൾക്ക് കംപ്ലീറ്റ് എല്ലാവരും വേണ്ടെങ്കിലും ഏതെങ്കിലും ഒരു AI അല്ലെങ്കിൽ AI എന്നൊരു വാല് എവിടെയെങ്കിലും കാണുന്ന തരത്തിലുള്ള ഒരു കോഴ്സ് മതി എന്ന് പറഞ്ഞു പോകുന്ന സ്ഥിതിക്ക് തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ഒക്കെ ഒരു ഔട്ട്റേറ്റഡ് കോഴ്സുകളായിട്ടാണ് കുട്ടികൾ കാണുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. ഇവിടെ ഉള്ളിടത്തോളം കാലം നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗിനും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനും ഒക്കെ അതിലേക്ക് നമ്മൾ വേണ്ട AI ഒക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു അവസ്ഥയാണുള്ളത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ഒരു ഗവൺമെന്റ് കോളേജിൽ കിട്ടാനുള്ള അവസരമുണ്ട്. അതും സെയിം തന്നെയാണ് അക്ഷയ സെന്ററുകാർ. കുട്ടിക്ക് പ്രത്യേകിച്ച് കുട്ടി പോളിടെക്നിക് ഡിപ്ലോമ കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ എൻ്റെ അടുത്തൊക്കെ വന്ന് കൊടുത്ത കുട്ടിയാണ്. അപ്പൊ ആ കുട്ടി വിചാരിച്ച ഇതിപ്പോ അത്ര സിമ്പിൾ അല്ലേ, എൻ്റെ അടുത്തൊന്നും പോവണ്ട, സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമ്പോൾ അക്ഷയ സെന്റർ കാർഡ് വന്നപ്പോൾ അവർ ചെയ്യാമെന്നും പറഞ്ഞു. അങ്ങനെ അവർ ചെയ്തു കൊടുത്തു. ആലപ്പുഴയുള്ള ഒരു പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് പ്രൊവിഡൻസ് എന്ന് പറഞ്ഞൊരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. വളരെ മോശം കോളേജാണ്. ആ കോളേജിൽ ആ കുട്ടിക്ക് കിട്ടി. ഇനി അതിന്റെ മുകളിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ആ ഓപ്ഷൻസിൽ കിട്ടാനുള്ള CET മാത്രമാണ് മുമ്പ് ഓപ്ഷൻ ആ രണ്ടും അവിടെ കിട്ടാനുള്ള പ്രയാസം ഇത്തിരി ആണ് താനും. അപ്പൊ ഇനി എന്താ ചെയ്യുക? ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞില്ല, ഇന്നലെ മാത്രം വന്നത് എനിക്ക് 6 ഇങ്ങനത്തെ കേസ്. ഇത് ഇങ്ങനെ മാത്രം വന്നു. അപ്പൊ അത് ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പോലും ഇങ്ങനെയൊക്കെ തെറ്റിക്കുമ്പോൾ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ ഇതിനെ പോപ്പുലറൈസ് ചെയ്തായാലും എത്തിപ്പെടാത്ത ആളുകളുണ്ട്. ആ എത്തിപ്പെടാത്ത ആളുകൾ ആണെങ്കിൽ അങ്ങേയറ്റം ഇതിങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളും കൂടെ. അപ്പോഴാണ് ഇന്നലെ മുഴുവനും എനിക്ക് ഈ ഒരു വിഷമായിരുന്നു, ഈ ഒരു സങ്കടമായിരുന്നു. ഇങ്ങനെ ആ കുട്ടികൾക്ക് അത് പറ്റിയില്ലല്ലോ, കഷ്ടമായിപ്പോയി. കാരണം നമ്മൾ ആ ഫീൽഡിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ കിട്ടാൻ അർഹതയുള്ള കുട്ടികൾക്ക് അത് കിട്ടാതെ വരുമ്പോൾ പ്രത്യേകിച്ച് അവരുടെ സാഹചര്യങ്ങൾ, പക്ഷെ സിമ്പിൾ ആയിട്ട് ഫീസൊക്കെ അടയ്ക്കാൻ പറ്റുകയാണെങ്കിൽ കുഴപ്പമില്ല, പോയിക്കോട്ടെ എന്നെങ്കിലും വിചാരിക്കും. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ കിടക്കും. അതുകൊണ്ടാണ് ഇതിങ്ങനെ പിന്നെയും ക്ലാസ്സുകളായിട്ടും അല്ലാത്ത രീതികളായിട്ടും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതേപോലെ ഇനിയിപ്പം നീറ്റിൻ്റെത് കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ വർഷവും അത് സംഭവിക്കും എന്തായാലും. എന്നാലും ഒരാളെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നല്ല രീതികളിൽ നിങ്ങൾ ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ ശ്രദ്ധിക്കുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങൾ അക്ഷയ സെന്ററിൽ പോകണ്ടെന്നോ അക്ഷയ സെന്ററുകളെ ഞാൻ കുറ്റം പറയുകയോ ഒന്നുമല്ല, എന്തുമാവാം. പക്ഷെ നിങ്ങളുടെ ഒരു ശ്രദ്ധയും കരുതലും, നിങ്ങൾ അതിനു മുമ്പേ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് മാത്രം നിങ്ങൾ അക്ഷയ സെന്ററുകാരെ ആശ്രയിക്കുക. അവരോടൊപ്പം നിങ്ങൾ നിൽക്കുക. പേരുകൾ ഇപ്പം കർണാടകയിലുണ്ട് മാണ്ഡി, മധ്യപ്രദേശിലുണ്ട് മാണ്ഡ്യ. ഈ 2 സ്ഥലങ്ങളും ഒരേ സ്പെല്ലിങ്ങും ഒരേപോലെയൊക്കെയാണ് കാണാം. കർണാടകയിലുള്ളതിന് പകരം മധ്യപ്രദേശിൽ കൊടുത്തിട്ട് മധ്യപ്രദേശിൽ പോയി ചെന്ന് പോകേണ്ട അവസ്ഥ. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ നോക്കിയിട്ട് അതിന് പകരം ഇവിടെ മഹാരാഷ്ട്രയിലുള്ള കോഴ്സിന് വേണ്ടി അതേപോലെ ആ പേരുള്ള മഹേന്ദ്രവരം കോളേജിന് പകരം മഹാരാഷ്ട്രയിലുള്ള ഏതെങ്കിലും ഒരു കോളേജ് കൊടുക്കുക. അങ്ങനെയൊക്കെ കുറെ ഓപ്ഷൻസ് ഒക്കെ അല്ല മിസ്റ്റേക്കുകളൊക്കെ കഴിഞ്ഞ വർഷം കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ സംഭവിക്കാതിരിക്കാൻ മാക്സിമം നിങ്ങൾ പാരന്റ്സും കുട്ടികളും ഒരേപോലെ ശ്രദ്ധിക്കുക, ഒരേപോലെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മള് രജിസ്ട്രേഷന്റെ സമയം എന്തായാലും റിസൾട്ട് വന്നാൽ ഒരു 4-5 ദിവസത്തിനുണ്ടാവും. നിങ്ങൾ നീറ്റ് റോൾ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ, നെയിം ഓഫ് മദർ, സ്റ്റുഡന്റ് അതിനകത്തുണ്ടാവും, ഡേറ്റ് ഓഫ് ബർത്ത്, ഫോൺ നമ്പർ, ഇമെയിൽ ID, ഇതൊക്കെ നമ്മൾ നേരത്തെ കൊടുത്ത അതേ സാധനങ്ങളൊക്കെ തന്നെ സൂക്ഷിച്ചു വെക്കുകയും ആ കാര്യങ്ങൾ തന്നെ എൻ്റർ ചെയ്ത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യാനുള്ളത്. വളരെ ശ്രദ്ധിച്ച് ഈ നിങ്ങൾ കൊടുത്ത് നിങ്ങൾക്ക് കിട്ടുന്ന യൂസർ ID യും പാസ്വേഡും ഒക്കെ സൂക്ഷിച്ചു നല്ല രീതികളിൽ വെക്കുക. ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മൾ ഇന്ന് ജെൻസിക്കാർക്ക് അങ്ങനെയാണ്, എന്തിനും ഒരു പ്രശ്നമില്ല. അപ്പൊ ആ രീതികളിലാകുന്നതിന് പകരം കുറച്ചുകൂടെ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കുന്നതാണ്. ഫീസിന്റെ കാര്യം കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ആവുകയാണെങ്കിൽ മാത്രമാണ് ഈ ഫീസ് വരിക. ഇത് കഴിഞ്ഞ വർഷത്തെ ഫീസാണ്. ജനറൽക്കാർക്ക് 10,000 രൂപയും പ്ലസ് 1000 രൂപയും, SC ST OBC-കാർക്ക് 5,000 രൂപയും പ്ലസ് 500 രൂപയും, ഡീംഡ് യൂണിവേഴ്സിറ്റിക്കാർക്കും 2 ലക്ഷം രൂപയും 10,000 രൂപയും അല്ല 1,000 രൂപയും 2,10,000 അല്ലെങ്കിൽ 2,500,000 എന്നുള്ളത് ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ അപേക്ഷയിടങ്ങളിൽ ഈ കാശ് നമ്മൾ കരുതി വെക്കണം. ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് നമുക്ക് സീറ്റ് കിട്ടുന്നതിനനുസരിച്ച് അതിലേക്ക് വരും ചെയ്യും. അതുപോലെ തന്നെ ചോയ്സ് ഫില്ലിങ്ങിന്റെ കാര്യം നമുക്ക് ഓൾ ഇന്ത്യയിൽ ഒരു പ്രത്യേകത ഉള്ളത്, കുറച്ചും കൂടെ നമുക്ക് സൗകര്യം ഉള്ളത് എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള എത്ര ചോയ്സ് വേണമെങ്കിലും നമുക്ക് ഫില്ല് ചെയ്യാം. പക്ഷേ ആ ചോയ്സ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 2ാമത്തെ അലോട്ട്മെന്റിൽ വീണ്ടും നമ്മൾ ചോയ്സ് ഫില്ല് ചെയ്യണം. 3ാമത്തെ അലോട്ട്മെന്റ് നമ്മൾ വീണ്ടും ചോയ്സ് ഫില്ല് ചെയ്യുന്നതാണ്. കേരളത്തിലാണ് നമുക്ക് അത് സംബന്ധമായിട്ട് ഒരു ബുദ്ധിമുട്ടുള്ളത്. ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യല് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ആസ് മെനി ചോയ്സസ് ആസ് യു ആർ വില്ലിംഗ് ടു ജോയിൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞത് മേക്ക് എ പ്രയോറിറ്റി ലിസ്റ്റ്. ഒരു പ്രയോറിറ്റി ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. ആ ലിസ്റ്റിന്റെ കൂടെ നിങ്ങളുടെ റാങ്കിങ് ഓർഡർ, ഫെസിലിറ്റീസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ്, പേഷ്യന്റ് ഫ്ലോ, ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കണം. റാങ്കിങ് ഓർഡർ നോക്കാൻ വേണ്ടി നമുക്ക് ലാസ്റ്റ് റാങ്കുകളും അതല്ലാത്ത ബാക്കിയുള്ള NIF
റാങ്കുകൾ, ഇന്ത്യൻ റാങ്കുകളും അതേപോലെ തന്നെ മെഡിക്കൽ NMCയുടെ ചെറിയ പ്രൈവറ്റ് ഏജൻസികളൊക്കെ കൊടുക്കുന്ന റാങ്കിങ് ഓർഡറുകളൊക്കെ ഉണ്ടാവും. ആ റാങ്കിങ് ഓർഡറൊക്കെ നിങ്ങൾക്ക് എടുക്കാം. സിജി പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ വന്നിട്ട് കൗൺസിലേഴ്സിന് ഒപ്പം ഇരുന്നിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ സഹായിക്കാനുണ്ടാവും. വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ അവിടുത്തെ ഫെസിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ ആ കോളേജ് വന്നിട്ട് എത്രയോ ഒരു കോളേജിന്റെ പേരുകൾക്ക് നേരെ നിങ്ങൾ അതിന്റെ എസ്റ്റാബ്ലിഷ്ഡ് ഇയർ ഉണ്ടാവും. അതേ അവിടെ മാത്രം നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത് ഇതിന് mcc.nic.in എന്ന വെബ്സൈറ്റിൽ കയറാം. അവിടെ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് കയറി കഴിഞ്ഞാൽ ഓരോ സംസ്ഥാനങ്ങളിലെയുമുള്ള പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മെഡിക്കൽ കോളേജുകൾ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന, നിങ്ങൾ പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു, പ്രയോറിറ്റി ഏരിയ ഉണ്ടാക്കി കഴിഞ്ഞു, നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഏരിയകളിലെ കോളേജുകൾ ഓരോന്നായിട്ട് ക്ലിക്ക് ചെയ്താൽ അതിന്റെ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടാവും. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റിൽ വരും നമുക്ക് പേഷ്യന്റ് ഫ്ലോ. എന്തായാലും കുറെ ഇയർ ആയിട്ടുള്ള ഒരു കോളേജ് ആണെങ്കിൽ അത്യാവശ്യം പേഷ്യന്റ് ഫ്ലോ ഉണ്ടാവുന്നെങ്കിലും നമുക്ക് വെക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് പേഷ്യന്റ് ഫ്ലോ എടുക്കാൻ വഴിയില്ലെങ്കിൽ, അപ്പൊ അറ്റ്ലീസ്റ്റ് അങ്ങനത്തെ ഹോംവർക്കുകളൊക്കെ നിങ്ങൾ എല്ലാം ഒരു കൗൺസിലറെ ഏൽപ്പിക്കുക എന്നുള്ളതിന് പകരം കുറച്ച് ഹോംവർക്കുകളൊക്കെ നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ എന്താ വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ തറവാൻ പറ്റും. നമ്മള് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ, ഇപ്പൊ ഞാനൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ ഒക്കെ കൊടുത്തു പോയ കുട്ടികളൊക്കെ കുറെ MBBS കഴിഞ്ഞു PGക്കൊക്കെ പോകുന്ന ഒരവസ്ഥകളും PG കഴിയുന്ന ഒരു അവസ്ഥകളൊക്കെ ആണ്. ഈവൻ MBBS കഴിഞ്ഞാൽ PG കഴിഞ്ഞാൽ പോലും ഇനി എന്തെന്ന് ചോദിച്ചു വരുന്ന കുട്ടികൾ നമ്മുടെ മുന്നിലുണ്ട്. MBBS കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഇനി എന്താണ് PGക്ക് എടുക്കേണ്ടത്, PGക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് തരത്തിൽ ഞാൻ ഓപ്ഷൻ കൊടുക്കണം, എങ്ങനെ സെലക്ട് ചെയ്യണം, ഇതിനു വേണ്ടിയൊക്കെ വരുന്ന. അപ്പൊ എന്താ ഒട്ടും ഇതിനു വേണ്ടിയുള്ള ഒരു ഗ്രൗണ്ട് വർക്കുകളോ വേറെ വർക്കുകളോ ഒന്നും ചെയ്യാത്തതിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. ഇതൊക്കെ എങ്ങനെ അവർക്ക് കുറച്ച് ബുക്കും പഠിക്കാൻ ഒരു സ്ട്രക്ചറും കൊടുക്കുന്നു, അവർ ഇരുന്ന് പഠിക്കുന്നു, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അങ്ങനെ ആയിരിക്കും ഇനി പ്രത്യേകിച്ചും ഇനി ഈ യുഗത്തിലൊക്കെ ഇനി ഡോക്ടർമാർക്കൊന്നും അങ്ങനെയുള്ള ആളുകൾക്കൊന്നും നമുക്ക് നിലനിൽപ്പില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കാലത്തിനൊപ്പം ടെക്നോളജിക്കൊപ്പം ഒക്കെ വളരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുകയും ചെയ്യും. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഇങ്ങനത്തെ ഒരു വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ പിന്നെ നിങ്ങൾ നോക്കേണ്ടത് പ്രയോറിറ്റീസ് ശ്രദ്ധിക്കേണ്ട കാര്യം, എത്ര ഫീസ് വരുന്നത്. ചില കോളേജുകൾ ഇപ്പം ഓൾ ഇന്ത്യ കോട്ടയിലാണ്, ഗവൺമെന്റ് സീറ്റ് അല്ലേ, എല്ലായിടത്തും 10,000 രൂപക്ക് പഠിക്കാം, 20,000 രൂപക്ക് പഠിക്കാം എന്ന് കണ്ണടച്ച് വിശ്വസിക്കരുത്. ചില സ്ഥലങ്ങൾ മഹാരാഷ്ട്ര, വെസ്റ്റ് ബംഗാൾ, പിന്നെ കർണാടക, ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് കൂടുതൽ ഫീസുകൾ ഉള്ള സ്റ്റേറ്റുകളാണ്. അപ്പൊ അങ്ങനെ കൂടുതൽ ഫീസുകൾ ഉണ്ടോ എന്നുള്ളത് ആ സ്ഥാപനത്തിന്റെ നേരെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീസ് കാണിക്കും. ആ ഫീസ് ഞാനിപ്പം ഇത്രയും കഷ്ടപ്പെട്ട് നീറ്റ് എഴുതി റാങ്ക് ഒക്കെ വാങ്ങിയത് വർഷത്തിൽ 2 ലക്ഷം രൂപ കൊടുത്ത് പഠിക്കാനല്ല. അതുകൊണ്ട് എനിക്ക് അവിടെ മഹാരാഷ്ട്രയിൽ സീറ്റ് വേണ്ടെങ്കിൽ തമിഴ്നാട്ടിലോ കർണാടകയിലോ അല്ല തെലങ്കാനയിലോ മതി. അപ്പൊ അത് തീരുമാനിക്കണമെങ്കിൽ ഫീസ് എത്ര ഉണ്ടെന്ന് അറിയണ്ട. അപ്പൊ ഫീസിനെ കുറിച്ചും ബോർഡിനെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാക്കി വെക്കാം. തന്നെ നമുക്ക് റീച്ചബിൾ സ്റ്റേറ്റ്സ് ആണോ, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുള്ള കുട്ടികൾ ഉണ്ടാവും, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരുണ്ടാവും, ക്ലൈമറ്റ് ഇഷ്യൂസ് ഉള്ളവരുണ്ടാവും, ബാക്കിയുള്ളവർ ഹോം സിക്നസ്. ഇതൊക്കെ ഹോം സിക്നസ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണടച്ച് ഒഴിവാക്കാൻ പറ്റുന്ന സാധനങ്ങളൊന്നും അല്ല. ഇതൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റാൻ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ സ്റ്റേറ്റുകൾ റീച്ചബിൾ സ്റ്റേറ്റ്സ് നിർമ്മിക്കാം. ഓൺ ദ ബേസ് ഓഫ് ആ റീച്ചബിൾ സ്റ്റേറ്റ് ബേസിസ് ഓഫ് ഡിസ്റ്റൻസ്, ക്ലൈമറ്റ്, ട്രാവൽ ഫെസിലിറ്റീസ്, യാത്രാ സൗകര്യങ്ങൾ നോക്കിയാവാം, ക്ലൈമറ്റ് നോക്കിയാവാം, ഡിസ്റ്റൻസ് നോക്കിയിട്ട് നമുക്ക് റീച്ചബിൾ സ്റ്റേറ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് ഔട്ട് ഉണ്ടാക്കി വെക്കാം. അതിൽ കുറച്ചുകൂടെ ക്യാപിറ്റൽ സിറ്റീസ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് സിറ്റീനെ വല്ലാതെ നോക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. ക്യാപിറ്റൽ സിറ്റീസ് ഒക്കെ ആവുമ്പോൾ നമുക്ക് എല്ലാം ട്രാവൽ ആക്സസ് എല്ലാ തരത്തിലും ഉണ്ടാവും. ബൈ എയർ, ബൈ വാട്ടർ, ബൈ ബസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ തരത്തിലുള്ള നേരുകൾ നോക്കാം. പിന്നെ വരുന്നത് നമുക്ക് അലോട്ട്മെന്റുകളാണ്. ഒരു 3 അലോട്ട്മെന്റുകളാണ് മെയിൻലി നമുക്ക് ഉണ്ടാവുക. 3 അലോട്ട്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റേ വേക്കൻസി ഉണ്ടാവും. പിന്നെയും സീറ്റ് ഉണ്ടെങ്കിൽ സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി ഉണ്ടാവും. പിന്നെയും സീറ്റ് ഉണ്ടെങ്കിൽ പിന്നെ സെക്കൻഡ് സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒരു സീറ്റ് പോലും മിസ്സാവാതിരിക്കാൻ, ഒരു സീറ്റ് പോലും വെറുതെ കിടക്കാതിരിക്കാൻ ഇങ്ങനെയുള്ള എല്ലാ വേക്കൻസികളും സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി റൗണ്ടുകൾ വരെ നടത്തിയിട്ട് കഴിഞ്ഞ വർഷം 4, 5, 6 അലോട്ട്മെന്റുകൾ നമ്മൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്, റൗണ്ടുകൾ. കാരണം അതുകൊണ്ടാണ് സീറ്റ് ഫില്ലായത്. കാരണം നേരത്തെയൊക്കെ സ്റ്റേറ്റിലേക്ക് കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പൊ അതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഉണ്ട്. ദെൻ ഓരോ പ്രാവശ്യവും നമുക്ക് ഫ്രഷ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. ഓൾ ഇന്ത്യയിൽ കൊടുക്കുമ്പോൾ, സ്റ്റേറ്റിൽ കൊടുക്കുമ്പോൾ ഒരു പ്രാവശ്യം കൊടുത്ത പോസ്റ്റുകൾ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നീട് നമുക്ക് കോളേജുകൾ ആഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ചെയ്യണം. ദെൻ ഇനി നമുക്ക് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന 2 ഓപ്ഷൻസ് ആണ്. ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് സീറ്റ് ആക്സെപ്റ്റ് ചെയ്യാം, എന്നിട്ട് കൺഫർമേഷൻ കൊടുക്കാം. അതല്ലെങ്കിൽ ഫ്രീ ആയിട്ട് എക്സിറ്റ് ചെയ്യാം, മിണ്ടാതിരിക്കാം. ഇതാണ് ഫ്രീ എക്സിറ്റ് എന്ന് പറഞ്ഞാൽ. ഒന്ന്, ആ സീറ്റ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് നമ്മുടെ കയ്യിലുണ്ട്, വീണ്ടും വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു സീറ്റ് ഉണ്ട് എന്നുള്ള ധാരണയോട് രജിസ്റ്റർ ചെയ്യാം. ആ സീറ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ല, എനിക്ക് ഇനിയും ഒരു സീറ്റ് കിട്ടുമെന്ന് കൂടുതൽ ഉറപ്പാണെന്ന് പറഞ്ഞാൽ വെറും കോൺഫിഡൻസ് അല്ല, സീറ്റിനെ ബേസ് ചെയ്തുകൊണ്ട്, റാങ്കിനെ ബേസ് ചെയ്തുകൊണ്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ആ സീറ്റ് അടുത്ത പ്രാവശ്യം വീണ്ടും ഫില്ല് ചെയ്തിട്ട് എടുക്കാൻ പറ്റും.
ഇനി രണ്ടാമത്തെ റൗണ്ടിൽ നമ്മൾ വീണ്ടും ഫില്ല് ചെയ്ത് കഴിഞ്ഞ് സീറ്റ് കിട്ടിയാൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ റൗണ്ടിൽ ഈ സീറ്റ് അലോട്ടഡ് 2 ചോയ്സസ് ആണ് നമ്മുടെ മുന്നിൽ ഉണ്ടാകുന്നത്. ഒന്നുകിൽ ആ സീറ്റ് എടുക്കുക, എന്നിട്ട് അടുത്ത അപ്ഗ്രഡേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ മുന്നിൽ ഒന്നുകിൽ അപ്ഗ്രഡേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ ആ സീറ്റിൽ തന്നെ നമ്മൾ നിലനിൽക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ആ സീറ്റിൽ തന്നെ നിലനിൽക്കുന്നത് കൊണ്ട് തെറ്റില്ല, വിഷമില്ല, ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ സീറ്റിനെ ഒഴിവാക്കുക. ആ സീറ്റിനെ ഒഴിവാക്കി മിണ്ടാതിരിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ അടച്ച ഒരു 5000 രൂപയോ 10000 രൂപയോ ഇല്ലേ, അത് നിങ്ങൾക്ക് മിസ്സാവും. അപ്പൊ അങ്ങനെ വരുമ്പം അത് മിസ്സാവുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ദെൻ മൂന്നാമത്തെ അലോട്ട്മെന്റ് ആണ് വരിക. മൂന്നാമത്തെ അലോട്ട്മെന്റിൽ വീണ്ടും കിട്ടാത്ത ആളുകൾക്കും കിട്ടി അപ്ഗ്രഡേഷൻ കൊടുത്ത ആളുകൾക്കും ഒക്കെ ചോയ്സ് ഫില്ല് ചെയ്യാം. മൂന്നാമത്തെ അലോട്ട്മെന്റ് ഫൈനൽ അലോട്ട്മെന്റ് ആയിരിക്കും. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും ചെയ്യാനുണ്ടാവില്ല. നമുക്ക് ആ സീറ്റ് നിർബന്ധമായിട്ടും എടുക്കേണ്ടി വരും. പിന്നെ അവർക്ക് സ്റ്റേ വേക്കൻസിയിലും ഒന്നും പങ്കെടുക്കാൻ പറ്റില്ല. അപ്പം സ്റ്റേ വേക്കൻസിയിലൊക്കെ പിന്നെ ബാക്കിയുള്ള കുട്ടികൾക്കാണ് പങ്കെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. നമ്മളെ എന്താ പറയാ, അലോട്ട്മെന്റ് ലെറ്റർ കിട്ടും, അഡ്മിറ്റ് കാർഡിന്റെ NTA കിട്ടിയ അഡ്മിറ്റ് റിസൾട്ടിന്റെ ലെറ്റർ, ഡേറ്റ് ഓഫ് ബർത്തിന്റെ സർട്ടിഫിക്കറ്റ്. അത് ഇതാണെങ്കിൽ 10ാം ക്ലാസ് SLC-ക്കാരാണെങ്കിൽ അവർക്ക് അത് തന്നെ മതി. അതല്ലെങ്കിൽ സെപ്പറേറ്റ് വേണം വെക്കണം. പിന്നെ ഫോട്ടോസ്, അതൊക്കെ നമുക്ക് അതായത് ഈ വർഷം എന്തൊക്കെയാണോ വരുന്നത് ഇനി അതിനനുസരിച്ച് മാത്രം ചെയ്യണം. ഏതായാലും ഒരു അപ്ഡേറ്റ് ചെയ്ത ആധാർ കാർഡ്, അതേപോലെ തന്നെ എന്താ പറയാ, നോൺ ക്രിമിനൽ കുട്ടികളാണെങ്കിൽ ഒരു NCL നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റുകൾ, ഇതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും. നേരത്തെ തന്നെ ഒന്ന് ഇതാക്കി എടുക്കുന്നത് നല്ലതായിരിക്കും. ദെൻ നമ്മൾ അതാണ് ജനറലി പറയാനുള്ളത്. പിന്നെ ഇനി സ്റ്റേറ്റിന്റെ കേരളത്തിലെ കുട്ടികൾ വരുമ്പോൾ നമ്മൾ കേരളത്തിലെ അലോട്ട്മെന്റും ഓൾ ഇന്ത്യ അലോട്ട്മെന്റും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ ആൻഡ് ചോയ്സ് ഫില്ലിംഗ് സെപ്പറേറ്റ്ലി ഫോർ ഈച്ച് റൗണ്ട്. ഓരോ റൗണ്ടിലും ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് ചോയ്സ് ഫില്ലിംഗ് ഉണ്ടാവും. കീമിലാണെങ്കിൽ അത് സ്റ്റേറ്റ് കോട്ടയിലെ ഗവൺമെന്റും പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലേക്കും വേണ്ടിയാണ് നമ്മൾ സ്കീം ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നത്. ഓപ്ഷൻ രജിസ്ട്രേഷൻ ആൻഡ് ചോയ്സ് ഫില്ലിംഗ് ഈസ് അവൈലബിൾ ഇൻ ഫസ്റ്റ് റൗണ്ട് ഓൺലി. ഒന്നാമത്തെ റൗണ്ടിൽ വന്ന കോളേജുകൾ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ പുതിയ കോളേജുകൾ വന്നാൽ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ അലോട്ട്മെന്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ലിങ്ക് അവിടെ ബ്ലോക്ക് ആയിട്ടുണ്ടാവും. പിന്നെ അതിന് റീഅറേഞ്ച്മെന്റോ എഡിറ്റിംഗോ മാത്രമേ നടക്കാൻ പറ്റുള്ളൂ. ഓൾ ദ റിമൈനിങ് അലോട്ട്മെന്റ് വിൽ ബി ബേസ്ഡ് ഓൺ ദ ഫസ്റ്റ് റൗണ്ട് ഓപ്ഷൻ രജിസ്റ്റർ. നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ കൊടുത്ത ഇത് വെച്ചിട്ടാണ് നമുക്ക് ബാക്കിയുള്ള എല്ലാ അലോട്ട്മെന്റുകളും വരിക. ദർ ഇസ് നോ എക്സിറ്റ് ഓപ്ഷൻ. നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഓൾ ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞ എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഫീ ഫോർഫീച്ചർ ചെയ്യാം, അല്ലെങ്കിൽ ഫ്രീ എക്സിറ്റ് അടിക്കാം. പക്ഷേ കേരളത്തിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കോളേജിൽ ചേർന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ കോളേജിൽ തന്നെ നിൽക്കണം. അഥവാ ഇനി സീറ്റ് എടുത്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, നമുക്ക് രണ്ടാമതും ചോയ്സ് ഫില്ല് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്നും വന്ന അലോട്ട്മെന്റ് പ്രോസസ്സിൽ നമ്മൾ പുറത്താവും. വീണ്ടും ഒരു അലോട്ട്മെന്റ് ആയിട്ട് സ്പോട്ടോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള കോഴ്സുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ഇനി കേരളത്തിൽ നമുക്ക് നേരത്തെ പറഞ്ഞ മെഡിക്കൽ കോഴ്സുകൾക്ക് അപ്പുറത്തേക്ക് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ക്ലൈമറ്റ് ചേഞ്ചും BTech ബയോടെക്നോളജി എന്ന് പറഞ്ഞ ഒരു കോഴ്സും കൂടെ നമുക്ക് BTechൽ നീറ്റ് ഇത് വെച്ചിട്ട് നമുക്ക് BTech കേരളത്തിൽ കിട്ടാനുള്ള കോഴ്സുകളാണ് ഈ കോഴ്സുള്ളത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് കേരളത്തിലെയും ഓൾ ഇന്ത്യയിലെയും ഇതിനെ വെച്ച് പറയാനുള്ളത്. ഇനി അതുപോലെ അതർ സ്റ്റേറ്റിൽ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതാത് സ്റ്റേറ്റുകളിലെ സെപ്പറേറ്റ് തമിഴ്നാട്ടിലേക്കാണെങ്കിൽ തമിഴ്നാട്ടിലേക്ക് സെപ്പറേറ്റ് അപേക്ഷിക്കണം. കർണാടകയിലേക്കാണെങ്കിൽ കർണാടകയിലേക്ക് സെപ്പറേറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യണം. അങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ട് അവരുടെ മാനേജ്മെന്റ് സെൽഫ് ഫൈനാൻസിങ് സീറ്റുകൾ നിങ്ങൾക്ക് എടുക്കാം. കേരളത്തിലെ ഒരു പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് സീറ്റ് കേരളത്തിലെ കുട്ടിക്ക് ഒരു അപ്രോക്സിമേറ്റ്ലി 11 lakhs നമ്മൾ കയ്യിൽ കരുതണം പെർ ഇയർ. തമിഴ്നാട്ടിലാണെങ്കിൽ ഒരു 14 to 15 lakhs ആണ് പെർ ഇയർ ആ കുട്ടിക്ക് പ്രൈവറ്റ് മാനേജ്മെന്റ് സീറ്റ് വരുന്നത്. കർണാടകയിലാണെങ്കിൽ 10 to 13 lakhs ആണ് 11 to 13 lakhs ആണ് കഴിഞ്ഞ ലാസ്റ്റ് ഇയറത്തെ ഫീസുകൾ നമുക്ക് കർണാടകയിൽ വരുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് ബാക്കിയുള്ള ആന്ധ്ര, തെലങ്കാന പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു 15 ലക്ഷമാണ് നമുക്ക് ഒരു കുട്ടിക്ക് ഒരു പ്രൈവറ്റ് മാനേജ്മെന്റ് സീറ്റ് അതാത് കൺട്രികളിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് വരുന്നത്. അതാത് സ്റ്റേറ്റുകളിൽ നമ്മൾ ഇവിടെ കിട്ടിയില്ലെങ്കിൽ റാങ്ക് കുറച്ച് കുറഞ്ഞു പോയെങ്കിൽ നമുക്ക് എടുക്കാനുള്ളത്. അപ്പം ആ തരത്തിൽ ഉള്ള കാര്യങ്ങൾ നോക്കാം. പിന്നെ MBBS അല്ലാതെ നമുക്ക് ജിപ്മറിലെ നഴ്സിംഗ്, BSc മെഡിക്കൽ ലാബ് ടെക്നോളജി, BSc അനസ്തീഷ്യ, ബാച്ചിലർ ഓഫ് ഒപ്റ്റോമെട്രി, BSc കാർഡിയാക് ലബോറട്ടറി ടെക്നോളജി, ഡയാലിസിസ് തെറാപ്പി, മെഡിക്കൽ ലബോറട്ടറി ഇൻ ബ്ലഡ് ബാങ്കിങ്, മെഡിക്കൽ റേഡിയോളജി, ന്യൂറോ ടെക്നോളജി, ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, റേഡിയോ തെറാപ്പി ടെക്നോളജി, ഇത്രയും പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് നമുക്ക് നീറ്റിന്റെ സ്കോർ വെച്ചിട്ട് നിങ്ങൾക്ക് ജിപ്മറിൽ പോകാൻ പറ്റും. അതേപോലെ തന്നെ 11 നമുക്ക് നഴ്സിംഗ് കോളേജുകളുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റി ബേസ് ചെയ്തുകൊണ്ട് വരുന്ന നഴ്സിംഗ് കോളേജുകൾ
ഉണ്ട് നമുക്ക്. കോളേജ് ഓഫ് നഴ്സിംഗ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ ന്യൂഡൽഹി, LHMC ന്യൂഡൽഹി, അതേപോലെ തന്നെ RAK കേണൽ കോളേജ്, സഫ്ദർജംഗ് ഹോസ്പിറ്റൽ, ഇങ്ങനെ വരുന്ന 11ഓളം നഴ്സിംഗ് കോളേജുകളിൽ നമുക്ക് ഇതിനു വേണ്ടി അപേക്ഷിക്കാൻ പറ്റും നീറ്റിന്റെ റാങ്ക് വഴി. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ഞാൻ എന്റെ പ്രസന്റേഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളായിട്ട് ചോദിക്കാണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നോ രണ്ടോ പേർക്ക് ചോദിക്കാം. ഓക്കെ. മാഡം നമസ്കാരം. ഒരു സംശയം ചോദിക്കട്ടെ? ഓ, ചോദിച്ചോ. നീറ്റും അതേ സമയത്ത് കീമും കൂടെ ബന്ധപ്പെട്ട ഒരു ഡൗട്ടാണ്. നമ്മൾ ഈ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ നമ്മൾ ഒരു റൗണ്ടിൽ ഇപ്പോൾ കീം വഴി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഫീസ് അടച്ച് പിന്നെ അടുത്ത കോളേജിലേക്ക് പോകുമ്പോൾ അവരത് തിരിച്ചു തരും എന്നാണല്ലോ പറയുന്നത്. അതായത് നമുക്ക് ഹയർ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ അന്വേഷിക്കുമ്പോൾ പല കോളേജുകളിലും പറയുന്നത് അത് നിങ്ങൾക്ക് സ്പെഷ്യൽ ഫീ എന്നുള്ളത് അത് കോളേജുകൾക്ക് ഈടാക്കാവുന്നതാണെന്നാണ് ഗവൺമെന്റ് പ്രോസ്പെക്ടസ് പ്രകാരം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അതാത് കോളേജുകൾ തന്നെ തീരുമാനിക്കണം എന്ന് പറഞ്ഞു. അതിനോടനുബന്ധിച്ച് ഒരു സംഗതി കൂടെ ചോദിക്കുകയാണ്. ഇപ്പൊ കീമിലൊക്കെ ഫീ വെയ്വർ എന്ന കാറ്റഗറിയിൽ അതാത് കോളേജുകളിൽ 1-2 സീറ്റുകൾ അനുവദിക്കാറുണ്ട് സെൽഫ് ഫിനാൻസിങ്ങിലും. FW എന്ന കാറ്റഗറിയിൽ. ആ കാറ്റഗറിയിൽ അലോട്ട് ചെയ്ത കുട്ടിക്കും ആ കോളേജിൽ നിന്ന് തിരിച്ചു പോകണമെങ്കിൽ ഈ സ്പെഷ്യൽ ഫീ നിർബന്ധമായിട്ടും അവിടെ അടച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. ആ ഫീ തിരിച്ചു കിട്ടുമോ ഇല്ലേ എന്നുള്ളത് വ്യക്തമായിട്ട് ഒരു നമ്പറൊന്നും കിട്ടുന്നില്ല. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? ഫീ വേവർ കാറ്റഗറിയുള്ള കുട്ടിക്ക് ഞാൻ ഇപ്പോൾ ഈ ലാസ്റ്റ് പറയുന്നത് കീമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ മാഡം, അതും കൂടി പ്രതിപാദിച്ചുകൊണ്ട് പറയാണ്. കീമിൽ ഒരു ഫീ വേവർ കാറ്റഗറിയിൽ സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു അഡ്മിഷൻ കിട്ടിയിട്ട് അടുത്ത അലോട്ട്മെന്റിൽ ഗവൺമെന്റ് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർ വീടാക്കിയിരിക്കുന്ന സ്പെഷ്യൽ ഫീ ഒരു 25,000-40,000 അത് തിരിച്ചു കിട്ടാൻ മാർഗമുണ്ടോ? അലോട്ട്മെന്റ് പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ഇപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റ് അല്ലേ ഇപ്പൊ വന്നത്? ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് വീണ്ടും രണ്ടാമത്തെ അലോട്ട്മെന്റിൽ മാറിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലാതെ ആ ഫീസ്, എല്ലാ ഫീസും, ചെറിയ ഒരു അഡ്മിഷൻ ഫീസിന്റെ എന്തെങ്കിലും ഒരു ചാർജുകൾ അല്ലാത്ത ഒരു ഫീസും നമുക്ക് കിട്ടാതിരിക്കൂല. കിട്ടാനുള്ള വകുപ്പുണ്ട്. ഈ സംഭവം വരുന്നത് എപ്പോഴാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അലോട്ട്മെന്റുകൾ കഴിഞ്ഞു. ഇപ്പൊ സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾ പറയുന്നു 3rd അലോട്ട്മെന്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളുടെ ഫൈനൽ അലോട്ട്മെന്റ് ആണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഫൈനൽ 3rd അലോട്ട്മെന്റിലാണ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളുടെ ഫൈനൽ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവുക. അപ്പൊ അവർക്ക് ഫൈനൽ അലോട്ട്മെന്റ് ആണ്. അങ്ങനെ ഫൈനൽ അലോട്ട്മെന്റിൽ വന്ന കുട്ടികൾക്കാണ് ഈ പ്രശ്നം. അന്നേരം അവർ പറയും അങ്ങനെ എന്നൊക്കെ പറയും. അതുണ്ട്, അത് പ്രോസ്പെക്ടസ് പ്രകാരം അതിൽ പറഞ്ഞിട്ടുണ്ട്. ഫൈനൽ അലോട്ട്മെന്റ് ആണ്, ഫൈനൽ അലോട്ട്മെന്റ് വന്നാൽ ഫീസ് തിരിച്ചു കിട്ടൂല എന്ന് പറയുന്നത് അതിൽ ക്ലോസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് കിട്ടാതിരിക്കുക. ഒന്നാമത്തെ അലോട്ട്മെന്റിലും രണ്ടാമത്തെ അലോട്ട്മെന്റിലും ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ. അവിടെ അന്വേഷിക്കുമ്പോഴേ അവർ പറഞ്ഞു സ്പെഷ്യൽ ഫീ എന്ന് പറയുന്നത് നമ്മൾ അതായത് പിന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ അടക്കേണ്ടതാണ്. അതിന്റെ ഡിസ്ക്രിപ്ഷൻ അത് ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നാൽ ഉണ്ടാവില്ല. ഫസ്റ്റിലും ഉണ്ടാവില്ല, സെക്കൻഡിലും ഉണ്ടാവില്ല. അലോട്ട്മെന്റ് പ്രോസസ്സിൽ കുട്ടി പങ്കെടുക്കൽ ഉണ്ടാവില്ല. ഫൈനൽ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞ അലോട്ട്മെന്റ് ഉണ്ട്, 3rd അലോട്ട്മെന്റ് ആണ്. ഫൈനൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ കിട്ടൂല. അപ്പോഴേക്കും നമ്മൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ കൃത്യമായിട്ട് തീരുമാനം എടുത്തു വെക്കുക. ഇത് എക്സിറ്റ് ചെയ്ത് പോരണോ, ഇവിടുന്ന് നിർത്തണോ, അങ്ങനെ വേണേൽ നമുക്ക് എക്സിറ്റ് ചെയ്ത് പോരാം. അങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് ഫീ സറണ്ടർ അല്ല, സീറ്റ് സറണ്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ, എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. എക്സിറ്റ് ചെയ്തിട്ട് പോരാൻ പറ്റും. പിന്നെ ഫീ വെയ്വറിൽ വന്ന കുട്ടീന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഫീ വെയ്വർ വെച്ചിട്ട് ഫീ വെയ്വർ അതേ ഇതിൽ തന്നെ നമുക്ക് വേറൊരു കോളേജിൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു കൊടുക്കണം. ഫീ വെയ്വർ കിട്ടാനുള്ള റാങ്കിലാണോ ഞാൻ ഉണ്ടാവുക എന്നൊക്കെ, അല്ലെങ്കിൽ ആ ഫീ വെയ്വർ നിങ്ങൾക്ക് നഷ്ടപ്പെടും. എല്ലാ കോളേജിലും എല്ലാ കുട്ടികൾക്കും ഫീ വെയ്വർ ഇല്ലല്ലോ. ഫീ വെയ്വർ റാങ്കിന്റെ അടിസ്ഥാനത്തിലും ഇൻകത്തിന്റെ ബേസ്, നമ്മൾ കൊടുത്ത ഇൻകത്തിന്റെയും റാങ്കിന്റെയും അടിസ്ഥാനത്തിലാണ് ഫീ വെയ്വർ കിട്ടുന്നത്. അതറിയാലോ? അതെ അറിയാം. അപ്പൊ അതിൽ നമ്മൾ ഫീ വെയ്വറിൽ വരണമെങ്കിൽ കുറച്ചും കൂടെ ശ്രദ്ധിച്ചു. ഇപ്പം കിട്ടിയ കോളേജ് ഫീ വെയ്വർ ആണെങ്കിൽ ഇനി വരുന്ന കോളേജുകൾ, അടുത്ത് കിട്ടാൻ പോണ കോളേജിൽ ഫീ വെയ്വർ വരാൻ ഞാൻ അവിടുത്തെ ലാസ്റ്റ് റാങ്ക്, അവിടുത്തെ ഏറ്റവും ഉയർന്ന റാങ്കുകളിൽ വരുന്ന കുട്ടി ാണ്, കുറഞ്ഞ ഇൻകം വരുന്ന കുട്ടികൾക്കാണ് ഫീ വെയ്വർ ഉണ്ടാവുക. അപ്പൊ അത് ഉയർന്ന ഒരു കോളേജിൽ ഉയർന്ന റാങ്ക് ആകുമ്പോൾ ആ കുട്ടി ഫീ വെയ്വറിൽ വരില്ല. കുറഞ്ഞ റാങ്കുള്ള കുട്ടിയെ ഫീ വെയ്വറിൽ വരുള്ളൂ. ഓക്കെ താങ്ക് യു. അപ്പൊ ഫീ വെയ്വർ കാറ്റഗറിയിൽ ട്യൂഷൻ ഫീ മാത്രമാണോ ഫീ വെയ്വ് ചെയ്ത് കൊടുക്കുക? അങ്ങനെ ഉണ്ടോ മാഡം? ട്യൂഷൻ ഫീ മാത്രം.
ഈ സ്പെഷ്യൽ ഫീ ബന്ധപ്പെട്ട കോളേജുകൾ പറയുന്ന ഒരു ആ എമൗണ്ടുകളൊക്കെ അവർ അടക്കേണ്ടി അതെ വരും അതെ, അല്ലേ? അഡ്മിഷൻ സമയത്ത് നമ്മൾ പോയി അടക്കേണ്ട ആ ഫീസ് ഉണ്ടല്ലോ, സ്പെഷ്യൽ ഫീസുകളൊക്കെ ഒരു ആ 22,000 റേഞ്ചിലൊക്കെ വരുന്ന അത് നമ്മൾ അടയ്ക്കണം. ട്യൂഷൻ ഫീ ആണ് ഫീ വേവറിൽ വരിക, ബാക്കി നമ്മൾ ഓ അടയ്ക്കണം. അപ്പൊ ലൈബ്രറി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഫീസുകൾ നമ്മൾ അടയ്ക്കണം. ഓക്കെ. അപ്പൊ സെക്കൻഡ് അത് അറ്റ് അലോട്ട്മെന്റിൽ എ ടൈം ഫീസ് അല്ലേ, വൺ ടൈം ഫീസ് ആണല്ലോ ജോയിൻ ചെയ്യുമ്പോൾ മാത്രമുള്ള ഫീസ് അതെ, അത് പൊതുവെ സെൽഫ് ഫിനാൻസിംഗിൽ ഇപ്പോൾ 40,000 ആണെന്നുണ്ടെങ്കിൽ ആ സ്പെഷ്യൽ വരുന്നത്. ഫീ ആ കുട്ടി അടക്കും, തിരിച്ചു കിട്ടില്ല അല്ലേ? അല്ല, ആ കുട്ടി അടുത്ത കോളേജിലേക്ക് മാറുമ്പോ ഫീസ് നമുക്ക് തിരിച്ചു കിട്ടും. ഓ സെക്കൻഡ് വേറെ അലോട്ട്മെന്റിൽ ഗവൺമെന്റ് കുട്ടി തിരിച്ച് മാറുമ്പോ വേറെ ഗവൺമെന്റ് കോളേജ് കിട്ടിക്കഴിഞ്ഞാലും ആ ഫീ വേവർ കാറ്റഗറി കിട്ടും ആയതുകൊണ്ട് കിട്ടും, കിട്ടും. അതെ, സ്പെഷ്യൽ ഫീയും കിട്ടും അല്ലേ? നമ്മള് കിട്ടും. നമ്മളെ സ്പേസിൽ അവിടെ വേറൊരു കുട്ടി കയറിയിട്ടല്ലേ നമ്മൾ നെക്സ്റ്റ് കോളേജിലേക്ക് പോണേ. അവർ ആ കുട്ടീനോട് ഓക്കെ സ്പെഷ്യൽ ഫീ വാങ്ങൂലേ? നമ്മളെ ഫീസ് പിന്നെ എന്തിനാ അവരവിടെ വെക്കുക? അങ്ങനെ റൂളില്ല. ഈ ഓക്കെ അലോട്ട്മെന്റ് പ്രോസസ് നടന്നുകൊണ്ടിരിക്കും. കേട്ടോ, പ്രോസസ്സ് കഴിഞ്ഞാൽ അവർ തരൂല. ഓക്കെ ഓക്കെ താങ്ക് യു മാഡം, താങ്ക് യു. പിന്നെ മാഡം, ഈ നീറ്റിൻ്റെ ഇത് തുടങ്ങുന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇപ്പോൾ കോഴിക്കോട് മലപ്പുറം സെന്ററുകളൊക്കെ മാഡം ഉൾപ്പെടെയുള്ളവർ ഈ കൗൺസിലിംഗ് സ്വാഭാവികമായിട്ട് തുടങ്ങുമായിരിക്കുമല്ലോ അല്ലേ? രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഒക്കെ. ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. കോണ്ടാക്ട് ചെയ്തോളൂ, ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കുക. സിജിയിൽ പോയാലും വേറെ എവിടെ പോയാലും ഒരു ഓപ്ഷൻ നഷ്ടപ്പെടാത്ത രീതികളിൽ ചെയ്യാൻ ശ്രമിക്കുക. ആര് സർവീസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, പക്ഷെ അത് ശ്രദ്ധിച്ച് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. നിങ്ങൾ മലപ്പുറത്താണോ? അതെ അതെ, മലപ്പുറത്താണ് മാഡം, ഓക്കെ, ശരി. മഞ്ചേരി വേറെ അടുത്താണ്. എന്തെങ്കിലും? മാഡം, കഴിഞ്ഞ വർഷത്തെ റാങ്ക് അനുസരിച്ചിട്ട് MBBS, BDS തുടങ്ങി എത്ര വരെ ഉള്ളവർക്കാണ് കിട്ടിയിട്ടുള്ളത്? ഏതൊക്കെ കോഴ്സുകളാണ്? ഒരു പാറ്റേൺ ഒന്ന് പറയാമോ മാഡം? എവിടെയാ കിട്ടിയത്? ഏതിന്റെ ചോദിക്കുന്നത്? കേരള ആണോ, ഓൾ ഇന്ത്യ ആണോ? കേരള. കേരള നമുക്ക് ആദ്യം നമ്മൾ ഏതാണ് വേണ്ടത് എന്നുള്ളത് നോക്കുക. ഏത് കോഴ്സ് വേണം കുട്ടിക്ക് എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോഴ്സിന്റെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾ ലാസ്റ്റ് റാങ്ക് നമുക്ക് സിംപ്ലി വെബ്സൈറ്റിൽ തന്നെ കിട്ടുന്ന ഒരു കാര്യമാണത്. അപ്പം ആ രീതികളിൽ അതെ. അപ്പൊ MBBS സീറ്റിൽ നമുക്കിപ്പം റാങ്ക് വരാത്തോണ്ട് തന്നെ എന്താ പറയാ, കഴിഞ്ഞ വർഷത്തെ ഒരു ആവറേജ് കാൽക്കുലേഷൻ വെച്ചിട്ട് എത്ര വരെ ഉള്ളവർക്കാണ് കിട്ടിയിട്ടുള്ളത്? അത് കഴിഞ്ഞിട്ട് ഏതൊക്കെയാണ് വന്നിട്ടുള്ളത്? ആ ഒരു ഓർഡർ അനുസരിച്ചൊന്ന് പറഞ്ഞാൽ കൊള്ളാമായിരിക്കും. MBBS നമുക്ക് ജനറൽ നമ്മൾ കഴിഞ്ഞ വർഷം 2 പുതിയ കോളേജുകൾ വന്നിട്ടുണ്ടായിരുന്നു, വയനാടും കാസർഗോഡും. അപ്പൊ അതില് നമുക്ക് വയനാട് പോയത് 2388ഉം 2394. അത് നമുക്ക് ലാസ്റ്റ് റാങ്ക് എന്ന് പറയുമ്പം ലാസ്റ്റ് വന്ന കോളേജാണ്. അപ്പൊ അതുകൊണ്ടാണ് അത്രയും പോയത്. അത് OBC മുസ്ലിം കാറ്റഗറിക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. MU ആണ്. ജനറൽ ആണെങ്കിൽ നമുക്ക് അത് പിന്നെയും കുറച്ചും കൂടെ കുറയും. 1000, 1100 ആ ഒരു റേഞ്ചാണ് നമുക്ക് പോയിണ്ടായിരുന്നത്. MBBSന്. അപ്പൊ മുസ്ലിം കാറ്റഗറിയിൽ 2394 കാസർഗോഡ് പോയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇയറിന്റെ റാങ്ക് പ്രകാരം നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അത് കഴിഞ്ഞിട്ടുള്ളത് BDS, ബാക്കി ആ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ പറയാം. BDS ഗവൺമെന്റിൽ നമുക്ക് പോയത് 4303. ആലപ്പുഴ ഗവൺമെന്റ് ഡെന്റൽ കോളേജിൽ 4303 റാങ്ക്. കീം സ്റ്റേറ്റ് റാങ്ക് 4303 ഗവൺമെന്റിൽ പോയത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആയുർവേദ, ഹോമിയോ പോലുള്ള കോഴ്സുകളൊക്കെ അതുണ്ട്. അതിന്റെയൊക്കെ ഒരു ആവറേജ് ഒന്ന് പറഞ്ഞു പോയാൽ നല്ലതായിരിക്കും മാഡം, എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കാൻ കഴിയും. ആയുർവേദം നമുക്ക് 4 കോളേജുകളിലാണ് 5 കോളേജിലാണ് നമുക്ക് ആയുർവേദം ഉണ്ടായിരുന്നത്. ആയുർവേദം അതേപോലെ തന്നെ ഒരു 13,000 റാങ്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ് റാങ്ക് 13,000 വന്നു കഴിഞ്ഞാൽ നമുക്ക് മുസ്ലിം OBC കാറ്റഗറിയിൽ 13,000 വന്നു കഴിഞ്ഞാൽ സീറ്റ് കിട്ടും. 13,039 ആ ഒരു റേഞ്ചിലൊക്കെയാണ് നമുക്ക് ആയുർവേദ പോയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഹോമിയോ നമുക്ക് ഗവൺമെന്റിൽ പോയിട്ടുള്ളത് കുറച്ചും കൂടെ ഒരു എന്താ പറയാ, ഒരു 15,000, 14,500 മുതൽ 15,000, ഒരു 15,500 വരെയൊക്കെ നമുക്ക് നിയമം കോളേജ് വരെ പോയിട്ടുണ്ട്. 15,500. അതാണ് ആയുർവേദ, ഹോമിയോ, ഡെന്റൽ, MBBS അവസ്ഥ. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഒരു കുട്ടിക്ക് ഒരു റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു അതേപോലെ സെൽഫ് ഫൈനാൻസിങ്
അല്ല 15,000 അകത്തെങ്കിലും ഉണ്ടാവണം OBC ആണെങ്കിൽ, അല്ലേ മേഡം? അതെ അതെ അതെ, OBC-യിലാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഹോമിയോക്ക് BSc നഴ്സിംഗ് കൂടെ ഒന്ന് പറയാം മേഡം. ഇത് കഴിഞ്ഞിട്ടുള്ള കോഴ്സുകളും കൂടെ ഈ അഗ്രികൾച്ചറൽ, അപ്പൊ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടും നമ്മുടെ. പറയാം. BSc അഗ്രികൾച്ചർ അതേപോലെ നമുക്ക് 1, 2, 3, 4 കോളേജിലല്ലേ ഉള്ളത്. 4 കോളേജിൽ 10,000 11,000 വരെയൊക്കെ പോയിട്ടുണ്ട്. 10,900 11,400 ആ റേഞ്ചിലൊക്കെ വയനാട് പോയതും OBC കാറ്റഗറിയിൽ 11,472 BSc. ഫോറസ്ട്രി എടുക്കുന്ന കുട്ടികൾ അവർക്ക് ആ ഒരു ഏരിയ താല്പര്യം ഉണ്ടെങ്കിൽ, നമ്മൾ പാടെ അവഗണിക്കേണ്ട ഒരു ഫീൽഡ് ഒന്നും അല്ല ഫോറസ്ട്രിയും ഫിഷറീസും ഒന്നും. ഫിഷറീസ് കുറച്ചും കൂടെ സാധ്യതകളൊക്കെ ഉള്ളതാണ്. ഒരു 16,000 വരെ റാങ്ക് ഉണ്ടെങ്കിൽ ഫിഷറീസ് കിട്ടും. വെറ്റിനറി സയൻസിനാണ് പിന്നെ കുറച്ചും കൂടെ മറ്റേനേക്കാൾ കുറച്ചുകൂടെ ഡിമാൻഡ് കൂടിയത്. നമുക്ക് 5,000 റാങ്ക് ഉണ്ടെങ്കിൽ വെറ്റിനറി സയൻസ് വരുള്ളൂ. കീം റാങ്ക് ഒരു 5,000 എങ്കിലും വരണം, അപ്പോഴാണ് നമുക്ക് വെറ്റിനറി സയൻസ് കിട്ടുക. ഈ BSc വൈറോളജി എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ടല്ലോ മേഡം, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തുണ്ടോ അത്? ഇല്ല. ഇല്ല ഇല്ല. അപ്പൊ അത് ഓൾ ഇന്ത്യ റാങ്ക് എത്രയാ പോയിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം? ഏത് കോഴ്സിനാ? അല്ല, ജസ്റ്റ് ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക. കാരണം ഇങ്ങനെ പല അല്ല, ഞാൻ മനസ്സിലായില്ല സാർ. കോഴ്സ് ഏതാ ചോദിച്ചാ പറയും. BSc വൈറോളജിയാ? BSc വൈറോളജി എന്ന് പറഞ്ഞൊരു കോഴ്സ് നമുക്ക് നീറ്റ് റാങ്ക് പ്രകാരം എവിടെ ഇല്ലല്ലോ. BSc വൈറോളജി എന്ന് പറഞ്ഞ കോഴ്സ് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഏതെങ്കിലും മണിപ്പാലോ അമൃതയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിലൊക്കെ ഉള്ളൂ. എന്തായാലും ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഒരു 15,000 റാങ്കിനകത്ത് ഉണ്ടെങ്കിലേ അത്യാവശ്യം നല്ലൊരു ഏതെങ്കിലും ഒരു കോഴ്സിൽ നമുക്ക് കേരളത്തിൽ ചേരാൻ പറ്റത്തുള്ളൂ. അതെ, കേരളത്തിൽ ഒരു ഗവൺമെന്റ് സീറ്റ് ഈ 15,000 11,000 10,000 ഉണ്ടെങ്കിൽ MBBS സീറ്റ് സെൽഫ് ഫൈനാൻസിംഗിൽ ഒരു വർഷം 10 ലക്ഷം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ സീറ്റ് കിട്ടും. ഗവൺമെന്റ് സീറ്റിനാണ് ഇത്. അതെ 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 അതെ. ഒരു 10,000 റാങ്ക് ഉണ്ടെങ്കിൽ അസീസിയയിലൊക്കെ നിങ്ങൾക്ക് സീറ്റ് കിട്ടും. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഇപ്പൊ നമുക്ക് ഒരു കാര്യം കൂടെ അറിയാനുണ്ടായിരുന്നു. ബിടെക് ബയോടെക്നോളജി പെൺകുട്ടിയാണ് താല്പര്യപ്പെടുന്നത്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബിടെക് ബയോടെക്നോളജി എടുക്കുമ്പോൾ എന്തെല്ലാം റിസ്കുകൾ ഉണ്ട്, അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? ഓക്കെ, ബിടെക് ബയോടെക്നോളജിക്ക് നമുക്ക് റിസ്ക് പെൺകുട്ടി അങ്ങനെയൊന്നും പറയാനായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അതിൽ ഒന്നും കൂടെ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി നാട്ടിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. റിസ്ക് അല്ലെങ്കിൽ ജെൻഡർ ആ ഡിസ്ക്രിമിനേഷൻ ഒന്നും നമുക്ക് ആ കോഴ്സിൽ അത്ര കാണേണ്ടതില്ല. പക്ഷേ കേരളത്തിൽ തന്നെ കോഴ്സ് വേണം, അല്ലെങ്കിൽ ജോലി വേണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ സൗത്ത് ഇന്ത്യയിൽ ജോലി വേണം, അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ആണെങ്കിൽ കുറച്ച് നല്ല ലിമിറ്റേഷൻസ് ഉണ്ട്. കുറച്ചും കൂടെ ആ ഫീൽഡുകളിലെ ജോലികൾ അത് എപ്പോഴും നേരത്തൊക്കെ എന്താ പറയാ ഒരു മെയിൽ ഡോമിനേറ്റഡ് ഏരിയ ആയിരുന്നു. ഇപ്പം ബയോകോൺ അതേപോലെ തന്നെ അങ്ങനത്തെ കമ്പനികളിലൊക്കെ പെൺകുട്ടികളും ഒക്കെ ധാരാളം ഉണ്ട് എന്നാണ് പറയുന്നത്. ധാരാളം മീൻസ് അവിടെ വേണ്ട ആവശ്യകതകളുണ്ട്. പ്രത്യേകിച്ച് ആ കോഴ്സ് ഒരു സ്പെഷ്യലൈസേഷൻ എഞ്ചിനീയറിംഗ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ ആ ഫീൽഡുകളിലുള്ള ഏരിയകളിൽ മാത്രമേ അവർക്ക് ജനറൽ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റൂല. അവർക്ക് ആ ഫീൽഡിൽ തന്നെയാണ് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ഏരിയകളിൽ എത്തിപ്പെടണമെങ്കിലുള്ള ജോലി വൈസ് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ അതിൽ കാണുന്നുള്ളൂ. ഒരുപാട് ഓപ്പണിങ്സും ഒരുപാട് അവസരങ്ങളും ഉണ്ടാവില്ല. ആ കോഴ്സ് മാത്രമേ ഉള്ളൂ. നമുക്ക് കേരളത്തിൽ ആകെ ഒരു കോളേജിലാണ് ആ കോഴ്സ് അങ്ങനെ ഈ തരത്തിൽ കൊടുക്കുന്നത്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നമുക്ക് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലൊക്കെ കോഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അത്രയും സ്പെഷ്യൽ ബ്രാഞ്ച് വേണം, ആ ഒരു ഏരിയയിൽ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കണം. അങ്ങനെയൊക്കെ പോയി കഴിയുന്ന കുട്ടികളാണെങ്കിൽ അവർ അതിനെക്കുറിച്ച് പഠിച്ചിട്ടൊക്കെ ആവുമല്ലോ പോവുക. അങ്ങനെ വരുമ്പോൾ അവർക്ക് അതിൽ ജോലി കണ്ടെത്താൻ പറ്റും. ത്രെട്ടൊന്നും ആയിട്ടൊന്നും വരില്ല. ജനറലി ഞാനൊരു കോഴ്സ് എഴുതിയല്ലോ, നീറ്റ് എഴുതി പരീക്ഷ എഴുതി ഗവൺമെന്റിൽ ഒരു സീറ്റ് കിട്ടാനുണ്ട്, കുറഞ്ഞ മാർക്കാണ് മതി, അല്ലെ കുറഞ്ഞ ഫീസ് മതി, അതുകൊണ്ട് ഞാൻ ആ ഒരു കോഴ്സിന് പോവാം, അങ്ങനെ വെച്ച് ആ കോഴ്സിന് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഫെയിലിയർ ആയിരിക്കും. കേരളത്തിൽ സാധ്യത കുറവല്ലേ? കുറവാണ്. ആ ഒരു ആകെ അവിടെ 40 സീറ്റും ആ ഒരു കോഴ്സുമാണ്. ആ 40 പേർക്കുള്ള ഒരു സാധ്യത തന്നെ നമ്മൾ കണ്ടുപിടിച്ച് എത്തിപ്പിടിച്ച് ചെയ്യണം. പിന്നെ മറ്റവരെക്കാൾ കൂടുതൽ ഒരു റിസർച്ച് ഓപ്ഷൻസിലൊക്കെ ഒരു PG ഓപ്ഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ലാബുകളിലൊക്കെ കുറച്ചും കൂടെ ജോലി സാധ്യതകൾ കാണാൻ പറ്റും. അതും ഒരു കേരള സീനാരിയോയിൽ നമുക്ക് ഈ ഫീൽഡുകൾ വരുന്ന ഇവരും ഇപ്പൊ ടെക്നോ പാർക്കിലും ഇൻഫോ പാർക്കിലൊക്കെ ഇവരുടെ ഹബ്ബുകൾ ഉണ്ടല്ലോ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് പിന്നെ ജോലി സാധ്യതകൾ ഉള്ളത്. ഏത് കോളേജിലാണ് കേരളത്തിൽ ഏത് കോളേജിലായിരുന്നു എന്ത് കോഴ്സ് പഠിപ്പിക്കുന്നതോ? ഇതിന്റെ ഗവൺമെന്റ് ആകെ ഒരു കോളേജേ ഉള്ളൂ, നമ്മുടെ അഗ്രികൾച്ചർ കോളേജ് തിരുവനന്തപുരം വെള്ളായണി. ഓക്കെ, താങ്ക്സ്. കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണി. ഒരു 11,000 വരെയാണ് കഴിഞ്ഞ വർഷം ലാസ്റ്റ് റാങ്ക് പോയത് ബയോടെക്നോളജിക്ക്.
പിന്നെ ഒരു BSc ബയോടെക്നോളജി ജസ്റ്റ് എടുത്ത് MSc ബയോടെക്നോളജി മസ്റ്റ് ആയിട്ട് ചെയ്ത് റിസർച്ചിലേക്ക് പോകണം, അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഇല്ലാതെ നമുക്കൊരു പ്രൊഫഷണൽ ഡിഗ്രിയാണ് ജോലി, അത്രയും പാഷനേറ്റ് ആയിട്ട് ഒരാൾ എടുത്തു കഴിഞ്ഞാൽ ജോലി കണ്ടെത്താനൊക്കെ പറ്റും. മാം സാന്ദർഭികമായിട്ടൊരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഈ കുട്ടികൾ പലതരത്തിലും ഇപ്പം നീറ്റ് മേഖലയിൽ അങ്ങനെ പോവാത്ത കുട്ടികൾ പലരും കെമിസ്ട്രി എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് വ്യാപകമായി. ഇപ്പം ഈ കെമിസ്ട്രി BSc കെമിസ്ട്രി കഴിഞ്ഞ് ടീച്ചിങ് മേഖല അല്ലെങ്കിൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലും കേരളത്തിലല്ല പുറത്തും പോകാൻ പറ്റിയ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ബ്രീഫ് ചെയ്താൽ നന്നായിരുന്നു. കെമിസ്ട്രി താല്പര്യമുള്ള ഒരാളാണ് ബേസിക് സയൻസ് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒട്ടും ഒരു ധാരാളം കുട്ടികൾ അങ്ങനെ വരാറുണ്ട്. അവർക്ക് 3-4 ഓപ്ഷൻസ് ആണ്, ശരിക്കും മെയിൻലി 3 ഓപ്ഷൻസ് അവർക്ക് ഉണ്ടാവും. ഒരു ഗ്രാജുവേഷൻ എന്നുള്ള രീതിയിൽ ഡയറക്റ്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഓപ്ഷൻ, അത് അവർക്ക് താല്പര്യമില്ല. പിന്നെ ഉള്ളത് വല്ല റിലേറ്റഡ് ഓപ്ഷൻസ്, ഈ കെമിസ്ട്രി വെറുതെ ആവും ചെയ്യരുത്, റിലേറ്റഡ് ഓപ്ഷൻസിലേക്ക് എന്തിലേക്കെങ്കിലും പോകാൻ പറ്റുമോ എന്നുള്ളൊരു ഓപ്ഷൻസ് ആണുള്ളത്. അവിടെയാണ് നമുക്ക് കുറച്ചും കൂടെ ഫോറൻസിക് സയൻസ്, ഫുഡ് ടെക്നോളജി, ഇതേപോലെ ബയോടെക്നോളജി, ബയോ കെമിസ്ട്രി, ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി അങ്ങനെയൊക്കെ വരുന്ന ഒരു ഏരിയകളിലെ സ്പെഷ്യലൈസേഷൻ എടുത്തതിന് ശേഷം ഇൻഡസ്ട്രിയിലേക്ക് വരാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസ് അവർക്കുണ്ട്. ഒന്ന് ഇതേപോലെ ലിമിറ്റഡ് ഓപ്ഷൻസ് ആയിരിക്കും. അപ്പൊ പക്ഷെ അത് PG ഒക്കെ കഴിഞ്ഞ് നല്ല സ്ഥാപനങ്ങളിൽ നിന്നും PG, ഇപ്പം ഗേറ്റോ അതല്ലെങ്കിൽ ജാമോ അതുമല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എൻട്രൻസ് എക്സാമിനേഷൻസ് നമുക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ, ഇപ്പം മണിപ്പാൽ, അമൃത ഒക്കെ നടത്തുന്ന തരത്തിലുള്ള പരീക്ഷകളൊക്കെ എഴുതി അവർക്ക് വരാൻ പറ്റും. ഇതിലേക്ക് ഈ ഇൻഡസ്ട്രി ഫീൽഡുകളിലേക്ക് വരാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ടാവും കെമിസ്ട്രി കഴിഞ്ഞിട്ട്, ടീച്ചിങ് അല്ലാതെ. പിന്നെ ഫീൽഡ് മാറിയിട്ട് പോകലാണ് പിന്നെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവുക, മാനേജ്മെന്റ് ഓപ്ഷൻസിലേക്കൊക്കെ പോവാം. കുറച്ചും കൂടെ റിസർച്ച് ഓപ്ഷൻ താല്പര്യമുള്ള മേഖലകൾ കുട്ടികളാണെങ്കിൽ കെമിസ്ട്രിയിൽ കുറച്ചും കൂടെ വൈഡായിട്ട് റിസർച്ചുകൾ ഉണ്ടാവും. പ്യുവർ എക്സാമിനേഷൻസ് എഴുതി കഴിഞ്ഞിട്ട് ഹൈ ലെവൽ എൻട്രൻസ് എക്സാമിനേഷൻസ് എഴുതിയിട്ട് ഫീൽഡിലേക്ക് പോവാന്നുള്ളത് ആലോചിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് എവിടെ പോയി നമ്മുടെ സനയാ? മാം ഈ MBBS ഇപ്പം ഗവൺമെന്റ് സീറ്റ് കേരളത്തിന്, അപ്പൊ കേരളത്തിന് പുറത്താണെങ്കിൽ എത്ര വരെ എടുക്കും? പിന്നെ അല്ലെങ്കിൽ മാനേജ്മെന്റ് സീറ്റിലാണെങ്കിൽ നമുക്ക് എത്ര മാർക്ക് ഇട്ടുള്ളവർക്ക് ഇത് എടുക്കാൻ പറ്റും? അതിനെ കുറിച്ചൊന്ന് പറഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. ഗവൺമെന്റ് സീറ്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ലാസ്റ്റ് ഇയർ പ്രകാരമൊക്കെയാണ് നമുക്കൊരു 25,000 വരെ ഓൾ ഇന്ത്യ റാങ്ക് വരുന്ന കുട്ടിക്ക് ആ 25,000ന്റെ റാങ്ക് കേരളത്തിലേക്കുള്ള നോർമലൈസ് ചെയ്ത് വരുമ്പോൾ സ്റ്റേറ്റ് റാങ്ക് വരുന്ന കുട്ടിക്ക് കേരളത്തിലെ സ്റ്റേറ്റ് ഗവൺമെന്റ് സീറ്റ് കിട്ടാൻ പ്രയാസമായിരിക്കും. എന്നാൽ ഓൾ ഇന്ത്യയിൽ ഒരു 25,000 വരെയൊക്കെ നമുക്ക് ലാസ്റ്റ് ഇയർ പ്രകാരം മൂന്നാമത്തെ അലോട്ട്മെന്റിൽ സ്റ്റേ വേക്കൻസിയിൽ കുറച്ചും കൂടെ ഒരു 10-100 റാങ്ക് കൂടെ വേണമെങ്കിൽ മുന്നോട്ട് പോയിട്ടുണ്ടാവും. എന്നാലും ഈ 25,000 വരെ ഓൾ ഇന്ത്യ റാങ്ക് വരികയാണെങ്കിൽ ഒരു ഗവൺമെന്റ് സീറ്റ് ഉണ്ടാവും. അതിന് മുകളിലേക്ക് പിന്നെ വരുന്ന സീറ്റുകൾ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അതാത് സ്റ്റേറ്റിലെ നമ്മളെ ഇവിടുത്തെ സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു 10,000 വരെ റാങ്ക് വന്നാലും നിങ്ങൾക്ക് ഫീസ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ ഉണ്ട് സീറ്റ്. കേരളത്തിൽ ഇപ്പം സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലേക്ക് ലാസ്റ്റിലേക്കൊക്കെ വരുന്ന കോളേജുകളിലൊക്കെ 10,000 റാങ്ക് സ്റ്റേറ്റ് റാങ്ക്. അപ്പൊ സ്റ്റേറ്റ് റാങ്ക് 10,000 വന്നാൽ വരിക എന്ന് പറയുമ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് ഒരു 90,000 1 lakhനടുത്തോ ഒക്കെ വേണമെങ്കിൽ വരും. ആ റാങ്ക് വന്ന കുട്ടിക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടെ സെൽഫ് ഫൈനാൻസിങ് സീറ്റ് കിട്ടും. അതിന് നമ്മൾ കീമോ വഴി തന്നെ അപേക്ഷിക്കണം. ഇയർലി ഒരു അറൌണ്ട് 11 lakhs, ഒരു പക്ഷേ ചില കോളേജുകൾ 12 ആവും, ചില കോളേജിൽ 10.75 ആവും. അത് ബേസ്ഡ് ഓൺ കോളേജ് ഉണ്ട് ഇവിടെ. ആ റേഞ്ച് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സീറ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ വീണ്ടും മാർക്ക് കുറഞ്ഞു റാങ്ക് വന്നു, ഒരു 1 lakh റാങ്ക് വന്നു, അല്ലെങ്കിൽ 1,50,000 റാങ്ക് വന്നു കഴിഞ്ഞാലാണ് നിങ്ങൾ കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കൊക്കെ പോകേണ്ടത്. അവിടുത്തെ ഫീസ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ 15 ലക്ഷമാണ് പെർ ഇയർ ഫീസ് എന്ന് പറഞ്ഞാൽ അറൌണ്ട്. കർണാടകയിൽ 11 to 14 റേഞ്ച് വരും. അതിന് അവരുടെ KEAയുടെ കർണാടക എൻട്രൻസ് അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് സെപ്പറേറ്റ് അവിടേക്ക് ഇതൊക്കെ ഓപ്ഷൻസ് ഒക്കെ ഫില്ല് ചെയ്ത് അവിടുത്തെ പ്രൈവറ്റ് കോളേജുകളിൽ പോവാം. തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴ്നാട് ഹെൽത്ത് കെയർ കയറിയിട്ട് പോവാം. കർണാടക ആന്ധ്ര തെലങ്കാനയിലൊക്കെ അവരുടെ സ്റ്റേറ്റ് വെബ്സൈറ്റുകളിൽ കയറിയിട്ട് നമ്മൾ അപേക്ഷിക്കണം. അറൌണ്ട് 15 lakhs നമ്മൾ ഒരു വർഷത്തേക്ക് കാണണം. ഒരു മാർക്ക് റേഞ്ച് എന്ന് പറയുമ്പോൾ ഈ പ്രാവശ്യത്തെ കട്ട് ഓഫ് വരാത്തതുകൊണ്ടാണ് ഞാൻ റാങ്കിന്റെ മുകളിൽ പറയുന്നത്. അപ്പൊ റാങ്ക് നമുക്കൊരു 1,50,000 70,000 അറൌണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു 1.5 ലക്ഷത്തിന്റെ ഉള്ളിൽ റാങ്ക് വന്നു കഴിഞ്ഞാൽ ഈ സീറ്റുകളൊക്കെ ഏതെങ്കിലും വാങ്ങാൻ പറ്റും. ഓക്കെ.
ഓക്കെ, ക്ലിയർ ആയില്ലേ ഷീബ മാഡം? ക്ലിയർ ആയി. താങ്ക് യു സോ മച്ച്, വെരി ഇൻസൈറ്റ്ഫുൾ. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. അഫ്സർ ബാബു, നിങ്ങൾ സ്ഥിരമായിട്ട് എല്ലാ ക്ലാസ്സുകളിലും ഉണ്ടാവുന്ന ഒരാളാണ്. നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കണ്ടിട്ടുണ്ട്, ഞാൻ സിജിയിൽ വന്നിട്ടുണ്ട്. മാമിന്റെ കൂടെ ഞാൻ കൗൺസിലിംഗ് സെഷനിൽ കൂടെ ഇരുന്നിട്ടുണ്ട്, അവിടുന്ന് കോഴ്സ് ചെയ്തിട്ടുണ്ട്. DCGC ആയിരുന്നോ? അതെ അതെ അതെ. ഓക്കെ ഓക്കെ, അതാണ് ഞാൻ എപ്പോഴും പേര് ഞാൻ എല്ലായിടത്തും കാണാറുണ്ട്, എല്ലാ മീറ്റിംഗിലും. മാമിന്റെ കൂടെ ഇരുന്നിട്ടുണ്ട്. ആ ഒരു ഡീപ്പ് നോളജ്, റിയൽ സല്യൂട്ട് ഫോർ ദാറ്റ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഈ മേഖല എത്രമാത്രം ഡിഫിക്കൽട്ട് ആണ് ഇതിന്റെ കൂടെ ചേർന്ന് നിന്നപ്പോഴാണ് മനസ്സിലാക്കിയത്. സോ ഐ ഹാവ് ഗ്രേറ്റ് റെസ്പെക്ട് ടു യു. താങ്ക് യു സോ മച്ച്, ബിക്കോസ് യു ആർ ഗൈഡിങ്. ഇത് കഷ്ടപ്പെടുന്ന എത്ര കുട്ടികളുണ്ടെന്ന് ഞാനൊരു ഹയർ സെക്കൻഡറി അധ്യാപകനായതുകൊണ്ട് എനിക്കറിയാം. എവറി ഡേ മോസ്റ്റ്ലി രാത്രി ഏതെങ്കിലും ഒരു കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. പക്ഷെ ഇത് അപ്ഡേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ഞാൻ ആരുടെയെങ്കിലും ഹെൽപ്പും കൂടിയും തേടാറാണ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് എല്ലാ ക്ലാസ്സുകളിലും ഫുൾ ടൈം പങ്കെടുക്കുന്ന ഒരാളാണ്. ഒരു നല്ലൊരു കരിയർ കൗൺസിലർ കാണുന്നുണ്ട് നിങ്ങളിൽ. ഓക്കെ ഓക്കെ, ഇനിയൊന്നും ഇല്ലല്ലോ. അപ്പം ഇവിടെ പോയി നമ്മുടെ സന, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഇൻഷാല്ലാ. ഹലോ മാം, എല്ലാവരും ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ സെഷൻ ഇവിടെ ചെയ്തിട്ടുള്ള എക്സ്ക്യൂസ് മീ സന, മാം അസ്സലാമു അലൈക്കും. മാം NRI കോട്ടയുടെ എങ്ങനെയാണ് മാം വരുന്നത്? NRI കോട്ടയിൽ നിങ്ങൾ NRI ആണെന്നുള്ളതിനുള്ള കാറ്റഗറി കൊടുത്തിട്ടുണ്ടോ? NRI കാറ്റഗറിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അന്ന് തന്നെ നിങ്ങൾ ചിലപ്പം ഒരുപക്ഷെ സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. NRI കാറ്റഗറി അല്ല എങ്കിൽ ഇനിയും നമുക്ക് NRIയിലേക്ക് മാറാനുള്ള അവസരങ്ങൾ ഓൾ ഇന്ത്യയിലായാലും സ്റ്റേറ്റിലായാലും ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ സമയത്തേക്ക് നിങ്ങൾ NRI കാറ്റഗറിക്ക് വേണ്ട പ്രൂഫുകളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൂഫുകളൊക്കെ എടുത്തു വെക്കാം. NRI ആണെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയാ, റാങ്ക് ഇത്തിരി കുറഞ്ഞാലും നമുക്ക് ഫീസ് കൊടുക്കാൻ തയ്യാറായാൽ, നിങ്ങൾ NRI എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? കേരളത്തിലാണോ, ഓൾ ഇന്ത്യയിലാണോ, ഡീംഡ് ആണോ, എന്താണ്? കേരളത്തിലാണെങ്കിലൊക്കെ എങ്ങനെ മാം അതിന്റെ ഫീസ് ഇത് വരുന്നത്? ഫീസ് 20 lakhs ആണ്. ലാസ്റ്റ് ഇയറത്തെ ഫീസ് 20 lakhs പെർ ഇയർ ഫീസ് മാത്രം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കണം. 20 lakhs ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ക്വാളിഫൈ ചെയ്ത് 250 മാർക്സ് എങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ, 250 വേണമെന്നില്ല, കട്ട് ഓഫിനനുസരിച്ച് എത്ര വേണമെങ്കിലും നമ്മൾ ഇതായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സീറ്റ് ഉണ്ടാവും NRIക്ക്. അപ്പൊ നിങ്ങൾ അതിന് വേണ്ട നിങ്ങൾ ആരെങ്കിലും ക്ലോസ് റിലേറ്റീവ് ആരായാലും മതി. എനിക്ക് പിന്നെ അതായത് ഇപ്പൊ 500 വന്നിട്ട് ഇപ്പൊ ഇവിടെ നമ്മുടെ പെരിന്തൽമണ്ണ MES കോളേജില് ആ കുട്ടിക്ക് NRI കോട്ടയില് കിട്ടിയെന്ന് പറഞ്ഞു. അത് 4 years ബിഫോർ. അപ്പൊ പിന്നെ അന്ന് അവർക്ക് 6 lakhs ആയെന്ന് പറഞ്ഞു. അപ്പൊ NRI കോട്ട എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പൊ കുട്ടി ശരിക്കും മെറിറ്റ് വൈസ് ഒരു അന്ന് റാങ്ക് എനിക്ക് തോന്നുന്നു 4 years വരുമ്പോൾ 500 ആ കുട്ടിയുടെ ഇത് വന്നത്. അപ്പൊ അവർക്ക് അന്ന് NRI കോട്ടയിൽ സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി ചെയ്തപ്പോ അങ്ങനെ 6 or 7 lakhs ആയെന്നാണ് പറഞ്ഞത്. എന്റെ ഒരു സാറും കൂടിയാണ്, അദ്ദേഹമാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു സീറ്റ് ഇല്ല. NRI അല്ല ആ കുട്ടി 5,000 വന്നില്ല. എന്താ പറഞ്ഞ നിങ്ങള്? അല്ല 500 മാം, 500 ആണ് മാം, സോറി നോട്ട് 5,000. 500 എന്ത് മാർക്കോ? 500 അതെ, 500 മാർക്കാണ് വന്നത്. 500 മാർക്ക് വന്ന കുട്ടിക്കൊന്നും ഒരിക്കലും NRI സീറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ഇവിടെ. ഏത് പ്രാവശ്യം ആയിരുന്നെങ്കിലും, ലാസ്റ്റ് ഇയർ ആണെങ്കിലും അതിന്റെ മുമ്പത്തായിരുന്നെങ്കിലും ഒക്കെ നമുക്ക് 10 lakhs കൊടുത്തിട്ടുള്ള സീറ്റ് ഉണ്ടായിരുന്നു. അന്ന് 10 lakhs ആയിരുന്നു ഫീസ് ഉണ്ടായിരുന്നത്. 10 or 9 ഫീസ് കൊടുക്കുന്നത് MES-ല് പിന്നെ 6 or 7 എന്നാണ് സാർ പറഞ്ഞത്. അപ്പൊ ഞാനത് അതുകൊണ്ട് അല്ല, അതൊരു ക്ലാരിറ്റി കുറവ്. അങ്ങനെ ഒരു സീറ്റ് ഇല്ല, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. NRI ആണെങ്കിൽ 20 lakhs കുറച്ച് എന്തായാലും എവിടെയില്ല. അത് NRI കാറ്റഗറിക്കാർക്ക് മാത്രമാണ്. അതിന് നമുക്ക് അത്ര മാർക്കും വേണ്ട, വളരെ മാർക്ക് കുറഞ്ഞ, എന്നാൽ MBBS പഠിക്കണം, നമ്മളെ കയ്യിൽ കാശും ഉണ്ട്, MBBS അല്ലാതെ ഒരു കോഴ്സും വേണ്ട എന്നുള്ള കുട്ടികളാണ് ഈ NRI സീറ്റ് എടുക്കുന്നത്. അവരുടെ കയ്യിൽ കാശും കൂടെ ഉള്ളതുകൊണ്ട് ആ ഫീസാണ് നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ഫീ വൈവർ കൊടുക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ കുറച്ച് ഫീസ് നമ്മൾ ആ NRI കുട്ടി തരുന്ന ഫീസ് നിന്നാണ് എടുക്കുന്നത്. അപ്പൊ ഇവര് പറഞ്ഞ സീറ്റ് NRI സീറ്റ് അല്ല, ഇവര് പറഞ്ഞ സീറ്റ് അവിടുത്തെ മെറിറ്റ് സീറ്റാണ്. മെറിറ്റ് സീറ്റിന്റെ ഫീസ് 7 ലക്ഷം 8 ലക്ഷം, അതാ ഞാൻ പറഞ്ഞത് 10-11 ലക്ഷം അറൌണ്ട് ആണ് കേരളത്തിൽ വരുന്നത് പെർ ഇയർ വരുന്നതല്ലേ. താങ്ക് യു മാം. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. വീണ്ടും ഇനിയിപ്പോ നീറ്റ് വന്നിട്ടോ റാങ്ക് വന്നിട്ടോ ഒക്കെ എന്തെങ്കിലും നിങ്ങൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ നോക്കി ചെയ്ത് കാര്യങ്ങൾ ചെയ്യാം. എല്ലാവർക്കും നല്ല രീതിയിൽ ആഗ്രഹിച്ച ഒരു സീറ്റ്, ആഗ്രഹിച്ച ഒരു കോളേജിൽ തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവരും. താങ്ക് യു ഓൾ.
താങ്ക് യു മാം. നമ്മുടെ ക്ലാസ് നടത്തി തന്ന റംല മാമിനും ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും സിജിയുടെ പേരിലും വ്യക്തിപരമായ പേരിലും നന്ദി അറിയിക്കുന്നു. താങ്ക് യു ആൾ.